ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ജിഷ. കോഴിക്കോട് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി 2027 മുതൽ മെഡിക്കൽ ഓഫീസറായി സേവനമനുഷ്ഠിച്ച ശേഷം 2026 ഫിസിയോളജി ബയോകെമിസ്ട്രി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. PHFലെ ഓൺലൈൻ ക്ലാസിന്റെ മോഡറേറ്ററായി നമ്മളുടെ കൂടെ തുടങ്ങിയ അവർ മെഡിഗുരുവിന്റെ തുടക്കം മുതൽ തന്നെ വിദ്യാർത്ഥികൾക്ക് മികച്ച അക്കാദമിക മാർഗനിർദ്ദേശവും നൽകി ഞങ്ങളോടൊപ്പം ഉറച്ച പിന്തുണയായി നിന്ന് അധ്യാപികയാണ് അവർ. അവരുടെ ആത്മാർത്ഥമായ അധ്യാപന ശൈലിയും വിദ്യാർത്ഥികളോടുള്ള കരുതലും അനേകം വിദ്യാർത്ഥികളുടെ വിജയത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. മാഡത്തിന് കൂടുതൽ വിജയങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ക്ലാസ്സിന് പങ്കെടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും വിജയം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. മാഡം തുടങ്ങാം. Thank you. Good evening all. നമ്മളിപ്പോൾ PHF മെഡിഗുരി PSC 100 ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി ഓറിയന്റേഷൻ ക്ലാസ് ആണ്. നമ്മളിപ്പോ ഇനി വരുന്നൊരു PSC എക്സ്പെക്ട് ചെയ്യുന്നത് 2027 ലാസ്റ്റ്, അതല്ലെങ്കിൽ ഒരു 2028 ഫസ്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു PSC ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് റെഗുലറായിട്ട് നടന്നു വരുന്നുണ്ട്. ഒരു 5 years ഇന്റർവെല്ലിൽ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 6 months തന്നെ എക്സാംസ് ഒക്കെ നടന്നു വരുന്നുണ്ട്. നമുക്ക് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനിയുള്ള ഒരു വർഷങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഒരു സ്ലോ ആയി പഠിച്ചു തുടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സാം ആകുമ്പോഴേക്കും ഓരോ പോർഷൻസ് എല്ലാം ഫുൾ കവർ ചെയ്ത് റിവിഷൻ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ എക്സാം ഒരു മിനിമം ടെൻഷനിൽ പോയിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്തെ നോക്കി തുടങ്ങണം അല്ലെ. ഇതിപ്പം ഫ്രഷേഴ്സ് ഉണ്ടായിരിക്കും, കഴിഞ്ഞിട്ട് കുറച്ച് നാളായവരുണ്ടായിരിക്കും, ഇതിപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും, ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും, പല ലെവലിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഫ്രഷേഴ്സ് ആകുമ്പോൾ അവർ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അവർ സബ്ജക്റ്റായിട്ട് ടച്ച് ഉണ്ട്. ചിലപ്പം കോഴ്സ് കഴിഞ്ഞ് കുറെ നാളൊന്നും ചെയ്യാതിരുന്നിട്ട് ഇപ്പം PSC എഴുതാൻ വരുന്നവരും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഈ ഓറിയന്റേഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ PHF നടത്തുന്ന ഓറിയന്റേഷൻ ക്ലാസ് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഓറിയന്റേഷൻ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫസ്റ്റ് എന്ന് പറയാം, നമ്മളെ BHMS നമ്മളെ ഒരു അക്കാദമിക് സ്റ്റാറ്റസും ഒരു PSC സ്കോർ ചെയ്യുന്നതും തമ്മിൽ നമുക്ക് കുറേ വ്യത്യാസമുണ്ട്. നമ്മൾ ആ സമയത്ത് ഒരു ആവറേജ് ബിലോ ആവറേജ് ആയിരുന്നു, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് എനിക്ക് PSC കിട്ടൂല എന്നൊന്നും വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. ആദ്യം തന്നെ നമ്മൾ എന്തായിരിക്കും, നമുക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം മൈൻഡിൽ ഉറപ്പിച്ചിട്ട് തന്നെ വേണം പഠിക്കാൻ തുടങ്ങാൻ. നമ്മളിതെല്ലാം കഴിഞ്ഞ് ഒരു PSC എന്താ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ BHMS പാസ്സാണ്. നമ്മളെല്ലാവരും BHMS പാസ്സായ ആൾക്കാരാണ് ഇത് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഒരു പോർഷൻസ് ഒക്കെ ഒരുവിധം കവർ ചെയ്ത് വന്ന ആളുകളാണ്. ഒന്ന് ബ്രഷപ്പ് ചെയ്ത് കറക്റ്റായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ച് ആത്മാർത്ഥമായിട്ട് അതിന് ഇരുന്നാൽ മതി. അപ്പൊ എന്റെ കേസിൽ ഞാൻ ഇതിനു വേണ്ടി ചെയ്ത എന്താണെന്ന് വെച്ചാല്, ഞാൻ ഫസ്റ്റ് തന്നെ കുറെ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. PGന്റെ ആണെങ്കിലും PSCന്റെ ആണെങ്കിലും കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് അതിനുശേഷമാണ് ഞാൻ തിയറി പഠിക്കാൻ. ആദ്യത്തെ ഇപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 1-2 മാസം മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ നോക്കുക. കാരണം അപ്പോഴാണ് നമുക്കറിയാം എങ്ങനെയാണ് ഏത് ലെവലിലാണ് ഒരു പോർഷൻ പഠിക്കുമ്പോൾ ഒരു ഏത് ആംഗിളിൽ നിന്നാണ് അതിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നും അതിന്റെ ഓപ്ഷൻസ് എങ്ങനെയാണ് വരുന്നതെന്നും അതെങ്ങനെ ഏത് രീതിയിൽ നമ്മൾ ഏത് ആംഗിളിൽ പഠിച്ചാലാണ് നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കാരണം നമുക്ക് ചിലപ്പോൾ തിയറി ഒരുവിധം 1-2 തവണ എഴുതി കിട്ടാത്തവരൊന്നും വർക്ക് ചെയ്യാനായിട്ട് ഒന്നും ആയിരിക്കില്ല കിട്ടാതെ, നന്നായി വർക്ക് ചെയ്തെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ സമയത്ത് ടെൻഷൻ കണ്ടോ, അതല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്നൊക്കെ ഉള്ള ആ നോട്ട് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, ട്രൂവേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കുറെ മിനിമം അങ്ങനത്തെ കുറെ അബദ്ധങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ബ്രിമ്മിലൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് നമുക്ക് ആ എക്സാം വളരെ വൃത്തിക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നമ്മൾ മൈൻഡ് കാം ആക്കി ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വായിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് എന്തായാലും 1 year എന്തായാലും നമുക്ക് 1 year എന്തായാലും പഠിക്കാൻ കിട്ടും. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയം വരെയെങ്കിലും
എല്ലാവരും കൺസേൺ സബ്ജക്റ്റിന്റെ സ്റ്റാൻഡർഡൈസ്ഡ് ടെക്സ്റ്റ് ബുക്കിലൂടെ ഒന്ന് വായിച്ചു പോകാൻ നോക്കുക. ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാല് അത് നല്ല റിസൾട്ട് ആയിരിക്കും. ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് എങ്ങനെയായാലും ആ റാങ്ക് ലിസ്റ്റിൽ വരുന്നുണ്ട് 100% ഉറപ്പാണ്. നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സോൾവ് ചെയ്ത് മാക്സിമം എല്ലാ സബ്ജക്റ്റിന്റെയും സ്റ്റാൻഡർഡൈസ്ഡ് ടെക്സ്റ്റ് ബുക്ക് കഴിയുന്നത്ര സ്റ്റാൻഡർഡൈസ്ഡ് ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യാൻ നോക്കാം. അതും വായിച്ചിട്ട് ഈ ടെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അറിയാം ഈ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. അത് അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും വായിച്ചതിന് ശേഷം നമ്മൾ ബാക്കി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. എന്നാൽ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ എന്തായാലും എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കുക. ടെൻഷൻസ് ഒഴിവാക്കുക. എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് എനിക്കിത് ഞാൻ വിചാരിച്ച എനിക്കിത് കിട്ടും എന്നുള്ള കാര്യം ആദ്യം മൈൻഡിലങ്ങ് ഓർപ്പിക്കും. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് 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 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് ജസ്റ്റ് പോയി നോക്കാം. മാത്സിന് കുറച്ചൊക്കെ പറ്റുന്ന എത്ര ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട് ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രിയില്. ഓക്കെ, പിന്നെ ഈ ഒരു 1 മന്ത് ആദ്യത്തെ കുറച്ച് ഇത് കാലങ്ങളിൽ ഒരു ഇത് കിട്ടി പഠിക്കാം. പിന്നെ കുറച്ച് കാലം വരും അങ്ങനെ നിൽക്കരുത്. ഇന്ന് മുതൽ തുടങ്ങുന്ന മുതലുള്ള നിങ്ങൾക്ക് ഓറിയന്റേഷൻ മാസം തുടങ്ങിയല്ലോ, ഇനി മുതൽ അങ്ങോട്ടേക്ക് റെഗുലർ ആയിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ തുടങ്ങുക. അതിനൊരു ബ്രേക്ക് വരണ്ട. അതിന് ഇന്ന് PSC എക്സാം കഴിയുന്ന അന്ന് വരെ റെഗുലർ ആയിട്ട് പഠിച്ചുകൊണ്ട് പോകും. പിന്നെ നിങ്ങൾക്ക് മുമ്പേ PHFന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മുന്നേ നമുക്ക് ഏതൊക്കെ ക്ലാസ് ഉണ്ടോ ഏതൊക്കെയാണെന്നുള്ള ടൈം ടേബിൾ ആദ്യമേ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിന്റെ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഒക്കെ നടത്തും. അപ്പൊ ആ ടൈം ടേബിൾ അനുസരിച്ചിട്ട് ആ ക്ലാസ് വരുന്നതിന് മുമ്പേ ആ പോർഷൻസ് കവർ ചെയ്യാൻ നോക്കുക. അതിന്റെ കൂടെ ക്ലാസ്സും കൂടി കിട്ടുമ്പോഴേക്കും നമുക്ക് അത് അത്രയും ഫിക്സ് ചെയ്തിരിക്കണം. നമുക്ക് ആ ഐഡിയാസ് അവിടെ ഫിക്സ് ആയി കിട്ടും. ഫസ്റ്റ് ഇത് നമ്മളെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ കൺസേൺ വിത്ത് ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ ഇൻ ഇൻഡസ്റ്റൈൻ. അതായത് ഇൻഡസ്റ്റൈൻ ആണ് അതിന്റെ ക്വസ്റ്റ്യന്റെ കോർ വേർഡ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ കൺസേൺ വിത്ത് ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ ഇൻ ഇൻഡസ്റ്റൈൻ. ട്രാൻസ്പോർട്ടർ 1, ട്രാൻസ്പോർട്ടർ 2, ട്രാൻസ്പോർട്ടർ 3 ആൻഡ് ട്രാൻസ്പോർട്ടർ 4. ഏതാണ് ഇതിന്റെ ആൻസർ വരുന്നത്? ട്രാൻസ്പോർട്ടർ 2 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടർ 1 എന്ന് എവിടെയൊക്കെയാ? ഗ്ലൂക്കോസ് അപ്ടേക്ക് ഇൻ കോളൻ, റെറ്റിന ആൻഡ് മോസ്റ്റ് ഓഫ് സെൽസ് പ്ലാസന്റയിൽ ഉള്ളതാണ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 1 പറയുന്നത്. ഈ 2 നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ? സെറോസൽ സർഫേസ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ സെൽസ്, ലിവർ, ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസ്. ഗ്ലൂക്കോസ് അപ്ടേക്ക് ഇൻ ലിവർ, ഗ്ലൂക്കോസ് സെൻസസ് സെല്ലും ബീറ്റാ സെൽസ്. മെയിൻ ഇൻഡസ്ട്രിയിൽ കാണുന്ന ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 2 ആണ്. ട്രാൻസ്പോർട്ടർ 3 ന്യൂറോൺ ബ്രെയിനിലാണ് ട്രാൻസ്പോർട്ടർ 3 കാണുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടർ 5 നോക്കിയാൽ അതായത് ഫ്രക്ടോസ് ട്രാൻസ്പോർട്ടർ ആണ്. ബാക്കിയൊക്കെ ഗ്ലൂക്കോസ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 5 എന്ന് പറയുന്നത് ഫ്രക്ടോസ് ട്രാൻസ്പോർട്ടർ ആണ്. പിന്നെ മെയിൻലി ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെയൊക്കെയാ? ഡിയോഡിനത്തിനും അപ്പർ ജിജ്ഞത്തിനുമാണ് ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ നടക്കുന്ന ഇമ്പോർട്ടന്റ് പ്ലേസ്. Which of the following is not an example of dietary fiber? Not an example of dietary fiber എന്നാണ് ചോദിച്ചത്. അപ്പൊ ഏതൊക്കെ ഓപ്ഷൻസ് ഉള്ളത്? A cellulose, B pectin, C hemicellulose and D ട്രിഹാലോസ്. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇതെല്ലാവരും പറയുന്നതായിരിക്കും. ട്രിഹാലോസ് ആണ് എക്സാമ്പിൾ വരുന്നത്. അപ്പൊ നമ്മള് ഡയറ്ററി ഫൈബേഴ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് കാണാൻ പറ്റും. സോളബിൾ ആയിട്ടുള്ളതുകൊണ്ട് ഇൻസോളബിൾ ഡയറ്ററി ഫൈബേഴ്സ് ഉണ്ട്. സോളബിൾ ഫൈബേഴ്സ് ആണ് പെക്റ്റിൻ, ഗംസ് ആൻഡ് മ്യൂസിലേജസ്. ഇൻസോളബിൾ ഫൈബേഴ്സ് ആണ് സെല്ലുലോസ്, ഹെമിസെല്ലുലോസ്, ലിഗ്നിൻ. അതിന്റെ ഡയറ്ററി ഫൈബേഴ്സിന്റെ റെക്കമെൻഡഡ് ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്നത് 30 gram ആണ്. നമ്മുടെ ഡയറ്ററി ഫൈബേഴ്സ് അല്ലേ നല്ലതാന്ന് വെച്ച് കുറെ കഴിക്കും, പക്ഷെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അഡ്വേഴ്സ് എഫക്ട് വരും. അവന്റെ ഒരു നോട്ട്ബുക്ക് ഇല്ലേന്നോടെ സുജിത് ഡോക്ടറെ കേൾക്കുന്നുണ്ട് മാഡം. ചെയ്യാൻ പറയോ? ഓ പറയാം. അനൗൺസ് ചെയ്യാം. ഒരു സ്പീക്കർ വെച്ചിട്ട് എല്ലാം ഇവിടെ ഒരു വലിയ സ്പീക്കർ വെച്ചിട്ട് അനൗൺസ് ചെയ്യാം. അവിടെ സൈക്കിൾ
ആ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന് സെല്ലുലോസ് അഡ്വേഴ്സ് എഫക്ട് ഓഫ് ഡയറ്ററി ഫൈബേഴ്സ് മോർ ഇൻടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അഡ്വേഴ്സ് എഫക്ട് പറയുന്നത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് പ്രോട്ടീൻ, കാൽഷ്യം, മഗ്നീഷ്യം ആൻഡ് ഫോസ്ഫറസിന്റെ അബ്സോർപ്ഷൻ അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. കൂടാതെ ഫ്ലാറ്റ്ലൻസും അതിലൊരു നെഗറ്റീവ് അഡ്വേഴ്സ് എഫക്ട് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഡയറ്ററി ഫൈബേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കണം. അതിന്റെ ഏതൊക്കെ ഇൻസോളബിൾ ഏതാണ്, സോളബിൾ ഏതാന്നുള്ളത് നോക്കാം. അതിന് ഡെയിലി ഇൻടേക്ക് എത്ര 30 gram ആണ് പറയുന്നത് പെർ ഡേ. അതിന് അഡ്വേഴ്സ് എഫക്ട് ഉണ്ട്. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ദി പ്രോട്ടീനെയും കാൽഷ്യത്തിനെയും മഗ്നീഷ്യം, ഫോസ്ഫറസിനെ ഇത്രയും ഈ 4 എണ്ണത്തിന്റെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷനെ ഡയറ്ററി ഫൈബേഴ്സ് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. വാൾവ് ഓഫ് കെർക്രിങ് ഈസ് സീലിംഗ്. യൂറീറ്റർ ആണോ, ബൈൽ ഡക്ട് ആണോ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണോ, പാൻക്രിയാറ്റിക് ഡക്ട് ആണോ? വാൾവ് ഓഫ് കെർക്രിങ്. വാൾവ് ഓഫ് കെർക്രിങ് കാണുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കാണുന്ന സർക്കുലർ ഫോൾഡ് ഓഫ് മ്യൂക്കോസ ദാറ്റ് പ്രൊജക്ട് ഇൻ ടു ദി ലൂമൻ ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആർ കോൾഡ് വാൾവ് ഓഫ് കെർക്രിങ് ഓർ പ്ലിക്ക സർക്കുലേസ്. ഇതാണ് അതിന്റെ വേറൊരു പേരാണ് പ്ലിക്ക സർക്കുലേസ്. They are mostly found in high numbers in ജെജുനത്തിലാണ് അത് കൂടുതലായിട്ട് കാണുന്നത് and comparatively low in duodenum and ileum. They are made of increased absorption of digested food. സർഫസ് ഏരിയ കൂട്ടിയിട്ട് അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് വാൾവ് ഓഫ് കെർക്രിങ്സ് ഓർ പ്ലിക്ക സർക്കുലേസ് എന്ന് പറയുന്നത്. അതിന്റെ ഹയർ നമ്പേഴ്സ് കാണുന്നത് ജെജുനത്തിലാണ്. How many substrate level phosphorylation steps are there in glycolytic pathway? അപ്പൊ എന്താണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡയറക്റ്റ് മറ്റേ ബാക്കിയല്ലാതെ NADPH ആണെങ്കിലും ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് പോയിട്ടാണ് നമുക്ക് ATP കിട്ടുന്നത്. പക്ഷെ ഈ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷനിൽ സബ്സ്ട്രേറ്റ് എന്നുള്ള ഫോസ്ഫേറ്റ് ഡയറക്റ്റ് ADPക്ക് കൊടുത്തിട്ട് അതിന് ATP ആക്കി മാറ്റുന്ന റിലേഷനാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. അങ്ങനത്തെ എത്ര സ്റ്റെപ്സ് ഉണ്ട് ഗ്ലൈക്കോളിറ്റിക് പാത്വേയിൽ എന്നാണ് ചോദിച്ചത്. 1 ആണോ, 2 ആണോ, 3 ആണോ, അതോ നൺ ആണോ? നോക്കുമ്പോൾ നമുക്ക് രണ്ട് സ്റ്റെപ്സ് ആണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻസ് ഉള്ളത് ഗ്ലൈക്കോളിറ്റിക് പാത്വേയിൽ കാണുന്നത്. അതിൽ ഒന്നെന്ന് പറയുമ്പോൾ 1,3-ബൈഫോസ്ഫോഗ്ലിസറേറ്റ് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയി മാറുന്ന സ്റ്റെപ്പ്. അതിന്റെ എൻസൈം ആണ് ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ്. അവിടെ ഒരു ADP ആയിട്ട് മാറുന്നുണ്ട്. 1,3-ബൈഫോസ്ഫേറ്റ് 3-ഫോസ്ഫേറ്റ് ആയി ആ ഒരു എക്സ്ട്രാ ഉള്ള ഫോസ്ഫേറ്റ് ആണ് ADPക്ക് കൊടുത്തിട്ട് അതിന് ATP ആക്കി കൺവേർട്ട് ചെയ്യും. അതുപോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആയി മാറും. അതിലുള്ള ഫോസ്ഫറസും ADPക്ക് കൊടുത്തിട്ട് ആ ADPനെ ATP ആക്കി മാറ്റും. അങ്ങനെ 2 സ്റ്റെപ്സ് ആണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ കാണുന്നത്. Then essential pentosouria is an inborn error in metabolism of glycolytic pathway, HMP shunt pathway, glucuronic acid pathway, and Orion pathway. ഇതിന്റെ ആൻസർ ഗ്ലൂക്കറോണിക് ആസിഡ് പാത്വേ ആണ്. ഇതിന്റെ വേറൊരു പേരാണ് യൂറോണിക് ആസിഡ് പാത്വേ. ദാറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് ഓക്സിഡേറ്റീവ് പാത്വേ ഫോർ ഗ്ലൂക്കോസ്. Then synthesis of glucuronic acid, pentoses and vitamin ascorbic acid produce ചെയ്ത് 3 sugars or sugar acids are involved. അതിന്റെ ഈ പിന്നെ ഗ്ലൂക്കോസോറിയയുടെ ഈ ഗ്ലൂക്കറോണിക് ആസിഡ് ഓർ യൂറോണിക് ആസിഡ് പാത്വേയിൽ എന്തെങ്കിലും ഇഫക്റ്റ് വരുമ്പോഴാണ് എസെൻഷ്യൽ പെൻഡോസൂരിയ വരുന്നത്. ഇതൊരു എസിംപ്റ്റമാറ്റിക് കേസ് ആണ്. എസെൻഷ്യൽ പെൻഡോസൂരിയ എന്ന് പറഞ്ഞാൽ എസിംപ്റ്റമാറ്റിക് കേസ് ആണ്. ഇതിന് മെയിൻലി സൈലുലോസ് ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഗ്ലൂക്കോസ് ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ട് ലാസ്റ്റ് സൈലുലോസ് പെൻഡോസ് ഷുഗേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. Deficiency of an NADP dependent enzyme, xylitol or dehydrogenase നമ്മ എൻസൈംസിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് എസെൻഷ്യൽ പെൻഡോസൂരിയ ഉണ്ടാവുന്നത്. L-cellulose cannot be converted to xylitol ആയി L-cellulose xylitol ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് xylitol dehydrogenase. ഈ എൻസൈം ഡെഫിഷ്യൻസി വരുന്നതാണ് എസെൻഷ്യൽ പെൻഡോസൂരിയ എന്നാണ് അസുഖം വരുന്നത്. അതിന് മെയിൻ പാത്വേ പറയുന്നത് ഗ്ലൂക്കറോണിക് ആസിഡ് പാത്വേ ഓർ യൂറോണിക് ആസിഡ് പാത്വേ ആണ് ഇൻവോൾവ് ചെയ്യുന്ന പാത്വേ. Of the following enzyme is not activated by insulin. Glucokinase ആണോ, hexokinase ആണോ, glycogen synthase ആണോ, pyruvate dehydrogenase ആണോ? An example glucokinase ആണ്. Which of the following statement is false?
regarding Rapoport-Lubborin cycle. ഏതാണ് റാപ്പോർട്ട് ലൂബറിംഗ് സൈക്കിൾ പാത്വേ സംബന്ധിച്ച് ഫാൾസ് ആയിട്ടുള്ള അതാണ് ഇങ്ങനത്തെ ഈ ട്രൂ ഫാൾസ് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കണം ക്വസ്റ്റ്യൻ വരുന്നത്. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ടേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ദർ ഇസ് എ generation of 2,3-biphosphoglycerate and occurs in RBC in hypoxic condition. 2,3-BPG formation increases and 1 molecule of ATP is used up in this cycle. ആദ്യം എന്താ റാപ്പോർട്ട്-ലൂബർ പാത്വേ സൈക്കിൾ എന്താണെന്ന് അറിയണ്ടേ? സപ്ലിമെന്ററി പാത്വേ ഓഫ് ഗ്ലൈക്കോളിസ് ആണ് വിച്ച് ഈസ് ഓപ്പറേറ്റീവ് ഇൻ ദി എറിത്രോസൈറ്റ്. RBC നടക്കുന്ന ഒരു പാത്വേ, ഗ്ലൂക്കോസിന്റെ പാത്വേ ആണ്, ഗ്ലൈക്കോളിസ് പാത്വേ ആണ് റാപ്പോർട്ട്-ലൂബർ സൈക്കിൾ എന്ന് പറയുന്നത്. അതിന് സിന്തസിസ് ഓഫ് 2,3-biphosphoglycerate RBC. അവിടെ ഈ റാപ്പോർട്ട്-ലൂബർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോളിസിന് ഒരു ഇതായിട്ടാണ് വരുന്നത്, ഒരു ബൈപ്പാസ് ആയിട്ടുള്ള ഒരു പാത്വേ ആണ്. അതിൽ മെയിൻ സിന്തസിസ് ആണ് 2,3-biphosphoglycerate ആണ് ഫോം ചെയ്യുന്നത്. അതിലുള്ള എൻസൈം പറഞ്ഞാൽ 2,3-biphosphoglycerate ന്യൂക്ലിയസ് എന്ന എൻസൈംസ് ആണ്. അതിലെന്താ വെച്ചാൽ അതിന്റെ ആൻസർ ഫാൾസ് ആയി 1 molecule of ATP is used in cycle എന്നുള്ളതാണ് അതിന്റെ ഫാൾസ് ആയിട്ടുള്ള ആൻസർ. അവിടെ എന്താ വെച്ചാൽ അവിടെ ഒരു ATP യൂസ് ചെയ്യുന്നില്ല. ATP യൂസ് ചെയ്യുന്ന അത് ശരിക്കും ഗ്ലൈക്കോളിസ് ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള ATP യൂസ് ചെയ്യുന്ന സൈക്കിളാണ് വരുന്നത്. പക്ഷെ RBCയിൽ എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈക്കിളാണ് ഈ റാപ്പോർട്ട്-ലൂബറിൻ സൈക്കിൾ എന്ന് പറയുന്നത്. ആ സൈക്കിളിൽ ATP യൂസ് ചെയ്യുന്നില്ല. അതിന്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2,3-biphosphoglycerate ആണ്. Substrate of gluconeogenesis include all except alanine, lactate, leucine, pyruvate. So gluconeogenesis എന്ന് പറയുന്നത് വേറെ കാർബോഹൈഡ്രേറ്റ് ഉള്ള സബ്സ്റ്റൻസ് വെച്ചിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഈ ഗ്ലൂക്കോനിയോജെനിസിസ്. അതിൽ മെയിൻലി നമ്മൾ അമിനോ ആസിഡ്സ് എടുത്ത് നോക്കുമ്പോൾ ഏതാണ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്സ് ആണ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ആൻസർ മിക്കവാറും എന്തായിരിക്കും? ഒരു കീറ്റോജനിക് അമിനോ ആസിഡ് ഇതിന്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കും. ഒരു കീറ്റോജനിക് അമിനോ ആസിഡ് ഇതിന്റെ അകത്ത് കാണുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇതിന്റെ ആൻസർ വരെ. കീറ്റോജനിക് അമിനോ ആസിഡ് ഗ്ലൂക്കോനിയോജെനിസിസ് ഇൻവോൾവ് ചെയ്യില്ലല്ലോ. നോക്കുമ്പോൾ ഏതൊക്കെയാണ് ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്സ്? അലാനിൻ, ആദ്യം നോക്കാം. കീറ്റോജനിക് ആണ് കുറവുള്ളത്. ആദ്യം അത് രണ്ടെണ്ണം ലൂസിൻ ആൻഡ് ലൈസിൻ ആണ് കീറ്റോജനിക് അമിനോ ആസിഡ്സ്. ബാക്കി എല്ലാ അതിന്റെ ഗ്ലൈക്കോജനിക് ആസിഡ് ആണ്. അതിൽ തന്നെ ഫിനൈൽ അലാനിനും ഐസോലൂസിനും തൈറോസിനും ട്രിപ്റ്റോഫാൻ പിറ്റ് നോർത്തേക്കും. ഫിനൈൽ അലാനിൻ, ഐസോലൂസിൻ, തൈറോസിൻ, ട്രിപ്റ്റോഫാൻ, പിറ്റ് ആണ് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ്. രണ്ടെല്ലാം ഡബിൾ എല്ലാം L² ആണ് കീറ്റോജനിക്. ലൂസിൻ ആൻഡ് ലൈസിൻ ബാക്കി എല്ലാം എന്താണ്? ഗ്ലൂക്കോജനിക് ആണ്. അലാനിൻ, അർജിനിൻ, ആസ്പാർട്ടേറ്റ്, സിസ്റ്റീൻ, ഗ്ലൂട്ടമേറ്റ്, ഗ്ലൈസിൻ, ഹിസ്റ്റidine, ഹൈഡ്രോക്സി പ്രോലൈൻ, മെത്തിയോണിൻ, പ്രൊലൈൻ, സെറിൻ, ട്രിയോണിൻ, മലൈൻ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഗ്ലൂക്കോജനിക് ആണ്. അപ്പൊ അതിന്റെ അകത്ത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരുന്നു? ലൂസിൻ ആണ് അതിന്റെ ആൻസർ. അപ്പൊ the major substrate precursor for gluconeogenesis are lactate, pyruvate, ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്, പ്രൊപ്പിയോണേറ്റ് ആൻഡ് ഗ്ലിസറിൻ. ഇത്രയും കാര്യങ്ങളാണ് ഗ്ലൂക്കോനിയോജെനിസിന്റെ സബ്സ്ട്രേറ്റ് ആയിട്ട് വരുന്ന സംഭവങ്ങൾ. ഇതൊക്കെയാണ്. ലാക്ടേറ്റ് ഉണ്ട്, പൈറുവേറ്റ് ഉണ്ട്, ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്സ് ഉണ്ട്, പ്രൊപ്പിയോണേറ്റ് ആൻഡ് ഗ്ലിസറോൾ ഉണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ലൂസിൻ ആണ് ബിക്കോസ് ഇറ്റ്സ് എ കീറ്റോജനിക് അമിനോ ആസിഡ്. Then the neurotransmitter substance utilized in neuromuscular transmission. Acetylcholine, substance P, serotonin, and dopamine. Acetylcholine ആണ് ന്യൂറോമസ്കുലർ ട്രാൻസ്മിഷനിലെ ന്യൂറോട്രാൻസ്മിറ്റർ acetylcholine ആണ്. എക്സൈറ്റേറ്ററി ഉണ്ട്, ഇൻഹിബിറ്ററി. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഏതൊക്കെ? എക്സൈറ്റേറ്ററിയിലൊക്കെ ചോദിക്കാറുണ്ട് ഏതാണ് എക്സൈറ്റേറ്ററി, ഏതാണ് ഇൻഹിബിറ്ററി എന്ന് പറയുന്നത്. എക്സൈറ്റേറ്ററി ട്രാൻസ്മിറ്റേഴ്സ് ആണ് അസെറ്റൈൽകോളിൻ, നൈട്രിക് ഓക്സൈഡ്, ഹിസ്റ്റമിൻ, ഗ്ലൂട്ടമേറ്റ് ആൻഡ് ആസ്പാർട്ടേറ്റ്. ഇൻഹിബിറ്ററിയിൽ വരുന്നതാണ് ഗാമ അമിനോ ഗ്ലൂട്ടാരിക് ആസിഡ്, ഗാബ എന്ന് പറയും, ഗ്ലൈസിൻ, ഡോപ്പാമിൻ ആൻഡ് സെറോട്ടോണിൻ. ഇത്രയാണ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. ബോത്ത് എക്സൈറ്റേറ്ററി ആൻഡ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഏതാണ് എക്സൈറ്റേറ്ററി എന്ന് ഓർത്ത് വെക്കണം, ഏതാണ് ഇൻഹിബിറ്ററി, ഏതാണ് രണ്ടുള്ളതെന്ന് നോക്കണം. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. മറ്റേ സിംബുലംഗത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെയാണ്. ഇൻഹിബിറ്ററി ആണ്, അതിന്റെ സൈറ്റ് ഓഫ് സെക്രീഷൻ എന്താണ്, ഇതൊക്കെ വേണമെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഡോപ്പാമിൻ, ഗാബ അതുപോലത്തെ ചോദിക്കാം. Then among the nodal tissue of the heart, the tissue having the highest conducting velocity is highest conducting velocity ഏതിനാണ് ചോദിക്കുന്നത്? SA നോഡ് ആണോ,
AV node ആണോ, ബണ്ടിൽ ഓഫ് കിസ് ആണോ, പർക്കിൻജേഴ്സ് ഫൈബേഴ്സ് ആണോ, ഏതിനാണ് ഹയസ്റ്റ് കണ്ടക്ടിങ് വെലോസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം ഹയസ്റ്റ് കണ്ടക്ടിങ് വെലോസിറ്റിയിലെ പർക്കിൻജെ ഫൈബേഴ്സിനാണ്. 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ വെലോസിറ്റി. മിനിമം ഉള്ളത് ഏതിനാ, AV നോഡിനാണ് മിനിമം കണ്ടക്ടിങ് വെലോസിറ്റി ഉള്ളത്. 0.05 മീറ്റർ പെർ സെക്കൻഡ് അതിന്റെ വെലോസിറ്റി വരും. അപ്പൊ മാക്സിമം വെലോസിറ്റി ഉള്ള പർക്കിൻജെ ഫൈബേഴ്സിനും മിനിമം ഉള്ളത് AV നോഡിനാണ് കണ്ടക്ടിങ് വെലോസിറ്റി. Then the factors that determines diastolic blood pressure is blood volume, cardiac output, peripheral resistance and posters. Peripheral resistance ആണ് കാർഡിയാക്കിന് ഡയസ്റ്റോളിക് ബിപിനെ മെയിൻ എഫക്ട് ചെയ്യുന്ന കാര്യം എന്താണ്, പെരിഫറൽ റെസിസ്റ്റൻസ് ആണ്. ഡയസ്റ്റോളിക് പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പെരിഫറൽ റെസിസ്റ്റൻസ് ആണ്. കാർഡിയാക് ഔട്ട്പുട്ട് മെയിൻലി എഫക്ട് ചെയ്യുന്നതിന് സിസ്റ്റോളിക് ബിപിനാണ് കാർഡിയാക് ഔട്ട്പുട്ട് എഫക്ട് ചെയ്യുന്നത്. പെരിഫറൽ റെസിസ്റ്റൻസ് എഫക്ട് ചെയ്യുന്നത് ഡയസ്റ്റോളിക് ബിപിനാണ്, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. The law that governs solubility of a gas in a solvent is സ്റ്റാർലിങ്സ് ലോ ആണ്. സ്റ്റാർലിങ്സ് ലോ എന്താ, കാർഡിയാക് സ്ട്രക്ചറിലേക്ക് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോ ആണ്. ഫ്രെയിം സ്റ്റാർലിങ്സ് ലോ അല്ല. ഹെൻറീസ് ലോ, ന്യൂട്ടൺസ് ലോ. ന്യൂട്ടൺസ് ലോ അതിൽ ഹെൻറീസ് ലോ ആവാനാണ് ചാൻസ് അല്ലെ. ഹെൻറീസ് ലോ എന്താ, the amount of dissolved gas in a liquid is directly proportional to its partial pressure above the liquid. Well, the amount of dissolved gas in a liquid is directly proportional to its partial pressure above the liquid. ഇതാണ് ഹെൻറീസ് ലോ. നമ്മളെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആ ഒരു റെസ്പിറേഷനിലേക്കാണ് ഇതൊക്കെ പറയുന്നത്. Which is the master break in the cell cycle. സെൽ സൈക്കിളിലെ മാസ്റ്റർ ബ്രേക്ക് എന്താണെന്നാ ചോദിക്കുന്നത്. ആ ഒരു സൈക്കിൾ, സെൽ സൈക്കിളിന്റെ അതിനെ ബ്രേക്ക് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്ന ജീൻ ഏതാന്നാ ക്വസ്റ്റ്യൻ. P15 ജീൻ ആണോ, റാസ് ജീൻ ആണോ, റൈനോബ്ലാസ്റ്റ് ജീൻ ആണോ, RB ജീൻ ആണോ, നന്നൊക്കെ പോയാണ്. ഇതിന്റെ ആൻസർ RB ജീൻ ആണ്. ബിക്കോസ് അത് ഈ RB ജീൻ G1 ഗ്രോത്തിലെ G1 ഫേസിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് G1 ഫേസ് ടു DNA സിന്തസൈസ് ഫേസ് S ഫേസ് അല്ലേ, ആ S ഫേസിലേക്ക് എൻറ്റർ ചെയ്യുന്നതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ജീനാണ് RB. അത് ഏർലി നേരത്തെ തന്നെ ഇതാക്കിയിട്ട് അതിന്റെ സെൽ ഡിവിഷനെ സ്റ്റോപ്പ് ചെയ്യും ഈ RB ജീൻ എന്ന് പറയുന്നത്. It stops cell from dividing too early by blocking the transition from the growth phase to the ulnar replication phase, S phase. Then 125 hydroxy polycalciferol is synthesized with Kneeler. The only one receptor receives its own motor supply. I think the same motor supply would only one receptor muscle spindle ആണ് കേട്ടോ. ബാക്കിയല്ലാത്തത് only one receptor receive its own motor supply. അക്സീനിയൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെൻസറി സപ്ലൈ മാത്രമേ ഉള്ളൂ. അപ്പൊ മസിൽ സ്പിൻഡിലാണ് സെൻസറി സപ്ലൈ, അതിന്റെ മസിൽ ലെങ്തനിങ്ങും അതിനനുസരിച്ച് കൺട്രാക്ഷൻസ് ഒക്കെ പോകുന്നു. മസിൽ സ്പിൻഡിലാണ് രണ്ടും ഉള്ളത്. റിസപ്റ്റേഴ്സ് റിസീവ് ഇറ്റ്സ് ഓൺ മോട്ടോർ സപ്ലൈ ഈസ് മസിൽ സ്പിൻഡിൽ. The cardiac muscle cannot be tetanized. The reason is that the whole contraction phase comes under the absolute refractory period. The whole relaxation phase comes under the absolute refractory period. Both or none of the above. The cardiac muscle cannot be tetanized. The reason is the whole contraction phase comes under the absolute refractory period. The whole relaxation phase comes under the absolute refractory period. That both none of the above. The reason is contraction, full contraction period, cardiac muscle refractory period. ആ സമയത്ത് കൺട്രാക്ഷൻ സമയത്ത് വേറെ സിഗ്നൽസ് വന്നാലും അതിന് ആക്ട് ചെയ്യില്ല. അത് റിഫ്രാക്റ്റീവ് ഇനാക്റ്റീവ് ഫേസിലാണ് ഉണ്ടായിരിക്കുന്നത്. കംപ്ലീറ്റ്ലി കൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രമേ കാർഡിയാക് മസിൽ അടുത്ത ഇമ്പൾസ് ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഫുൾ കൺട്രാക്ഷൻ സമയത്ത് വേറെ സിഗ്നൽസ് വന്നാലും അത് കൺട്രാക്ട് ചെയ്യില്ല. അത് അതിന്റെ പണി അവിടെ ഇട്ടുകൊണ്ടിരിക്കും. അതിന് ഓവർലോഡ് വരില്ല. അതുകൊണ്ട് തന്നെ ടെറ്റനൈസ്ഡ് ആവില്ല. The whole contraction phase comes under the absolute refractory period. The long refractory period ആണ് ഈ കാർഡിയാക് മസിലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ലോങ് റിഫ്രാക്ടറി പീരീഡ്. കാർഡിയാക് മസിൽ ഡസ് നോട്ട് ഷോ കംപ്ലീറ്റ് സമ്മേഷൻ ഓഫ് കൺട്രാക്ഷൻ. എന്താ വെച്ചാൽ ഒരു സിഗ്നൽസ് കൊടുത്താൽ അതിന് മീൻസ് ഒരു കൺട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ന്യൂ സിഗ്നൽസ് വന്നതിന് റിഫ്രാക്ടറി പീരീഡ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മേറ്റ് ചെയ്ത് വലിയൊരു വേറെ സിഗ്നലായി മാറും. അതിന് ഓവർലോഡായി മാറും. അപ്പൊ അതാണ് സമ്മേഷൻ ഓഫ് കൺട്രാക്ഷൻ. അപ്പൊ ഫാറ്റിക് ടെറ്റനസ് വരും ലാസ്റ്റ്.
അത് ലോങ് റിഫ്രാക്റ്റീവ് പീരീഡ് ഉള്ളതുകൊണ്ട് കാർഡിയക് മസിലിൽ അത് ആക്ഷൻ നടക്കും. അങ്ങനത്തെ ടെറ്റനസോ പാറ്റിക്കിലേക്കോ പോകില്ല. എൻസൈം ഡെഫിഷ്യന്റ് ഇൻ ഡയബറ്റീസ് മെലിറ്റസ്. ഹോർമോൺ അല്ല, ചിലപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ട് അവർ തരും ഓപ്ഷൻ. ശ്രദ്ധിക്കണം, എൻസൈം ഡെഫിഷ്യൻസി ഇൻ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമാണ് ഡെഫിഷ്യൻസ് ആയിട്ട് വരുന്നത്. Then example for a neuroendocrine reflex. Heringiver reflex ആണോ, സൈനോഅയോട്ടിക് റിഫ്ലക്സ് ആണോ, സ്ട്രെച്ച് റിഫ്ലക്സ് ആണോ, മിൽക്ക് ഇജക്ഷൻ ആണോ? നമുക്കറിയില്ലേ, മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സ് തന്നെയായിട്ട് ന്യൂറോ എൻഡോക്രൈൻ റിഫ്ലക്സ് ആയിട്ട് വരുന്നത്. അതിന്റെ പിന്നുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെറിംഗ്യൂവർ റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് ലങ്സിനെ ഓവർ സ്ട്രെച്ചിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലങ്സിൽ തന്നെ ഉള്ളൊരു ഇതാണ് ഹെറിംഗ്യൂവർ റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഒരു പരിധിക്കപ്പുറം ലങ്സ് സ്ട്രെച്ച് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഹിബിഷനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ഹെറിംഗ്യൂവർ റിഫ്ലക്സ് എന്ന് പറയുന്നത്. It prevents the overstretching of the lung tissue and receptors located in the lung and or pleural tissues. Then the tract that carries fine touch sensation is tractus gracilis and foliatus, lateral spinothalamic tract, anterior spinocerebellar tract, and pyramidal tract. First pyramidal tract നമുക്ക് ആലോചിച്ചാൽ തന്നെ pyramidal tract എന്താണ്? അതൊരു മോട്ടോർ ട്രാക്ട് ആയിട്ടല്ലേ, ഡിസെൻഡിങ് ട്രാക്ട് ആണ്, അസെൻഡിങ് ട്രാക്ട് അല്ല. ട്രാക്ടസ് ഗ്രാസിലസ് ആൻഡ് ഫൊളിയേറ്റസ്, ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്ട് ആൻഡ് ആന്റീരിയർ സ്പൈനോസെറിബെല്ലർ ട്രാക്ട്. ഇതിന്റെ ആൻസർ വരുന്നത് ട്രാക്ടസ് ഗ്രേസിലിസ് ആൻഡ് ഫൊളിയേറ്റസ് ആണ് ആൻസർ വരുന്നത്. ബാക്കി ട്രാക്ടുകൾ നോക്കുകയാണെങ്കിൽ ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്ട് മെയിൻലി പെയിൻ ആൻഡ് ടെമ്പറേച്ചർ ആണ്, അതിന്റെ സെൻസേഷൻ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്ട് പെയിൻ ആൻഡ് ടെമ്പറേച്ചർ ആണ്. ആന്റീരിയർ സ്പൈനോസെറിബെല്ലർ ട്രാക്ട് വരുമ്പോൾ പ്രോപ്രിയോസെപ്റ്റീവ് റിസപ്റ്റേഴ്സ് ഫ്രം മസിൽ, ജോയിന്റ് ടെൻഡൻസ് ഒക്കെയാണ് ആന്റീരിയർ സ്പൈനോസെറിബെല്ലർ ട്രാക്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിരമിഡൽ ട്രാക്ട് എന്ന് പറയുമ്പോൾ ഡിസെൻഡിങ് ട്രാക്ട് ആണ്, അത് വോളണ്ടറി മോട്ടോർ ആക്ടിവിറ്റീസ് ഓഫ് ദി ബോഡിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. An example of acute complication of diabetes mellitus. അപ്പോൾ ഡയബറ്റിസ് മെലിറ്റസ് പഠിക്കുമ്പോൾ ഡയബറ്റിസ് മെലിറ്റസ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അത് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ഡയബറ്റിസ് മെലിറ്റസ് പ്രസന്റ്ലി കൂടുതലായിട്ട് കണ്ടുവരുന്ന കേസും കൂടെ ആയിരുന്നു. ഡയബറ്റിസ് മെലിറ്റസ് അധികം ഒരു ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ ആ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന്റെ ഭാഗത്ത് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. An example of acute complication of diabetes mellitus is diabetic ketoacidosis ആണ്, atherosclerosis ആണ്, cataract of lens, Kimmel-Wilson syndrome. നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ atherosclerosis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതൊരു അക്യൂട്ട് ആയിട്ട് വരുന്നതല്ല അല്ലെ, കുറച്ച് കാലങ്ങളായിട്ട് വരുന്നതായിരിക്കും. കാറ്ററാക്ട് ഓഫ് ദി ലെൻസും അക്യൂട്ട് ആയിട്ട് വരുന്നതല്ല, അത് രണ്ടും ക്രോണിക് ആയിരിക്കും. ഇനി നമുക്ക് ഡയബറ്റിക് കീറ്റോസിഡോസിസ് ആണ്, കിമ്മൽ-വിൽസൺ സിൻഡ്രോം ആണ്. കിമ്മൽ-വിൽസൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അത് നോഡുലാർ ഗ്ലോമറുലാർ നെഫ്രൈറ്റിസിനാണ്, സ്ക്ലീറോസിസ് ആണ് ഈ കിമ്മൽ-വിൽസൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അതും എന്താണ്, അതും ഒരു ക്രോണിക് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ്. മെയിൻ ഇത് ഒന്ന് പറഞ്ഞത് നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയാണ് നമ്മളൊരു അക്യൂട്ട് കോംപ്ലിക്കേഷൻ പഠിച്ചത്. പിന്നെ ഒന്ന് വരുന്നത് ഡയബറ്റിക് കീറ്റോസിഡോസിസ്. അപ്പോൾ അക്യൂട്ട് കോംപ്ലിക്കേഷൻ ഓഫ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുമ്പോൾ ഡയബറ്റിക് കീറ്റോസിഡോസിസ് ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കിമ്മൽ-വിൽസൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നോഡുലാർ ഡയബറ്റിക് ഗ്ലോമറുലാർ സ്ക്ലീറോസിസ് ആണ് കിമ്മൽ-വിൽസൺ സിൻഡ്രോം. Then physiological significance of HMP shunt pathway. അതെന്താണ് HMP shunt pathway, എന്തിനുള്ളതാണ്? ജനറേഷൻ ഓഫ് NADH ആണോ, ജനറേഷൻ ഓഫ് NADPH ആണോ, കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണോ, ജനറേഷൻ ഓഫ് ATP ആണോ? HMP pathway hexose monophosphate shunt pathway ആണ്. This is an alternative pathway for glycolysis and the PCA cycle for the oxidation of glucose. When concerned with the biosynthesis of NADPH and pentose. Synthesis of biosynthesis of NADPH ആണ് ആൻസർ വരുന്നത്. Pathway start with glucose 6-phosphate ആണ് അതിന്റെ സബ്സ്ട്രേറ്റ്, ഫസ്റ്റ് സബ്സ്ട്രേറ്റ് glucose 6-phosphate ആണ്. Then no ATP is directly utilized or produced in HMP pathway. Then the key enzyme in breakdown of glycogen. Breakdown of glycogen എന്ന് പറഞ്ഞാൽ ഏതാണ് സ്റ്റെപ്പ്? ഗ്ലൈക്കജനോ ലൈസിസ് ആണ്. ഗ്ലൈക്കോജൻ ബ്രേക്ക്ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കജനോ ലൈസിസ് ആണ്. അപ്പൊ ചോദിച്ചെന്താ വെച്ചാൽ ഗ്ലൈക്കജനോ ലൈസിസിലെ കീ എൻസൈം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് ആണോ, ഡീ ബ്രാഞ്ചിങ് എൻസൈമായ 1,4. ഗ്ലൈക്കോജൻ ബ്രേക്ക്ഡൗൺ ചെയ്താൽ എന്താ കിട്ടുക?
ഗ്ലൂക്കോസ് ആണ് കിട്ടേണ്ടത് അല്ലേ? അപ്പൊ അതിൽ ഏതാണ് ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് ആണോ, ഡി ബ്രാഞ്ചിങ് എൻസൈം ആണോ, 1,6 ഗ്ലൂക്കോസിലേസ് ആണോ, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് ആണോ? ഇതിന്റെ കീ എൻസൈം ആണ് അറിഞ്ഞിരിക്കുന്നത്. ഓരോ പാത്വേയും പഠിക്കും അതിന് കീ എൻസൈംസ്, റേറ്റ് ലിമിറ്റിംഗ് എൻസൈംസ് എന്താണെന്നും അതിൽ എന്തെങ്കിലും സബ്സ്ട്രേറ്റ് ലെവൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ATP പ്രൊഡക്ഷൻ എത്രയാണ്, ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ, അത് യൂട്ടിലൈസേഷൻ ആണോ, ഉണ്ടെങ്കിൽ അത് എത്രയാണ്, എനർജി യൂട്ടിലൈസേഷൻ എത്ര, എനർജി പ്രൊഡക്ഷൻ എത്ര, പിന്നെ അതിന്റെ സൈറ്റ് എവിടെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, കുറച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാരണം ഒരു 3-4 സ്റ്റേറ്റ്മെന്റ്സ് തരും, എന്നിട്ട് അതിൽ ഏതാണ് ട്രൂ അല്ലെങ്കിൽ ഏതാണ് ഫാൾസ് അല്ലെങ്കിൽ നോട്ട് ട്രൂ അല്ലെങ്കിൽ നോട്ട് ഫാൾസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കാം. അപ്പൊ അതും തന്നെ ആ ക്വസ്റ്റ്യൻ തന്നെ 2-3 സ്റ്റേറ്റ്മെന്റ് ഈ ആൻസറിലേക്ക് ഉണ്ടാവും. അപ്പോൾ 1 and 2 ഓൺലി, 2 ഓൺലി, 1, 2, 3 ഓൺലി, അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ ഓരോ കാര്യങ്ങളും നമുക്ക് അത്രയ്ക്കും വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിലൊക്കെ തന്നെ ഇന്നത്തെ കാലത്തേക്ക് PSC വരുന്ന അത്രയും ടഫായ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ പറ്റുള്ളൂ. അപ്പൊ ഇതേപോലത്തെ വൺ ആൻസർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, പിന്നെ അതേപോലെ അസേഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് PSC-യിൽ. പിന്നെ ഇതേപോലെ തന്നെ 3-4 ഓപ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് കാണും. പിന്നെ കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഇതിന്റെ കീ എൻസൈമിൻ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ആണ്. ഗ്ലൈക്കോജനോലൈസിസ് കീ എൻസൈംസ് ഏതാണ്? ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് ആണ് അതിന്റെ കീ എൻസൈം എന്ന് പറയുന്നത്. Which of the following is an example of omega-3 fatty acid? Omega-3 fatty acid example ഏതാണെന്ന് ചോദിക്കും. Which of the following is an example of omega-3 fatty acid? Arachidonic acid, linoleic acid, linolenic acid and palmitoleic acid. അതൊക്കെ എന്താണ് omega-3 fatty acids ഏതൊക്കെയാന്ന് ആദ്യം അറിയണ്ടേ? omega-3 fatty acid linolenic acid or docosahexaenoic acid or DHA. Then icosapentaenoic acid ഇത് 3 omega-3 fatty acids എന്ന് പറയുന്നത് 3. linolenic acid, docosahexaenoic acid, icosapentaenoic acid ഇത് 3 omega-3 fatty acids എന്ന് പറയുന്നത്. It reduces the serum cholesterol and triacylglycerols. ട്രൈഗ്ലിസറൈഡ്സും സെറം കൊളസ്ട്രോളും റെഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ omega-3 fatty acids എന്ന് പറയുന്നത്. മെയിൻലി linolenic acid, docosahexaenoic acid and icosapentaenoic acids ആണ്. അരക്ടോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ omega-6 ഫാറ്റി ആസിഡ് ആണ്. അത് ഇതേപോലെ തന്നെ ക്വാളിറ്റിയുള്ള ഒരു ഇതാണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ലിനോലെനിക് ആസിഡ് ആണ് ഇതിന്റെ ആൻസർ. ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് omega-3 ഫാറ്റി ആസിഡ്. ലിനോലെനിക് ആസിഡ് ആണ്. ഇതൊക്കെ പഠിക്കുമ്പോൾ ഈ അമിനോ ആസിഡ്സ് കീറ്റോജനിക്കും അതൊക്കെ എന്തായാലും പഠിക്കാൻ വേണ്ടി എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ കോമൺ ആയിട്ട് എപ്പോഴും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. Then beta oxidation of fatty acid occurs in cytoplasm ആണോ, മൈറ്റോകോൺട്രിയ ആണോ, പെറോക്സിസോം ആണോ, ലൈസോസോം ആണോ? ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണോ, മൈറ്റോകോൺട്രിയയിലാണോ, പെറോക്സിസോം ആണോ, ലൈസോസോം? അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ഇതിന്റെ ഗ്ലൂക്കോസ്, കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും അമിനോ ആസിഡ്സും ഫാറ്റി ആസിഡ്സ് ഇതിന്റെ ഒക്കെ ഓരോ പാത്വേ, മെറ്റബോളിക് പാത്വേ എവിടേക്കാണ് നടക്കുന്നത് എന്നുള്ളത്. ഇത് ഇതിന്റെ മാത്രമല്ല, വേറെ ഏത് ഫിസിയോളജിയിൽ പോകുമ്പോൾ ഓരോ സെൽ സൈക്കിളിന്റെ അതിന്റെ എല്ലാം ഓരോ സിന്തസിസും ഒക്കെ ഏതിലാണ്, ഏത് ഓർഗൻ ആണ്, അതല്ലെങ്കിൽ സെല്ലിന്റെ ഏത് സൈക്കിളാണ് നടക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ബീറ്റ ഓക്സിഡേഷൻ മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സിന് 3 സ്റ്റേജ് ഉണ്ട്. അതാണ് ആക്ടിവേഷൻ ഓഫ് ഫാറ്റി ആസിഡ്. അത് ഫാറ്റി ആസിഡിന്റെ ആക്ടിവേഷൻ എവിടെയാ? സൈറ്റോസോളിലാണ് ആക്ടിവേഷൻ ഓഫ് ഫാറ്റി ആസിഡ് നടക്കുന്നത്. ദെൻ ആ ഫാറ്റി ആസിഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫാറ്റി ആസിഡ് ഇൻടു മൈറ്റോകോൺട്രിയ. എന്നിട്ട് ബീറ്റ ഓക്സിഡേഷൻ പ്രോപ്പർ ഇൻ മൈറ്റോകോൺട്രിയൽ മാട്രിക്സ്. അപ്പൊ ബീറ്റ ഓക്സിഡേഷൻ പ്രോപ്പർ നടക്കുന്നത് മൈറ്റോകോൺട്രിയൽ മാട്രിക്സ് ആണ്. അതിന്റെ ഫാറ്റി ആസിഡിന്റെ ആക്ടിവേഷൻ എവിടെയാണ് നടക്കുന്നത്? ആക്ടിവേഷൻ നടക്കുന്നത് സൈറ്റോസോളിലാണ്. Then brain, erythrocyte and adrenal medulla cannot utilize fatty acid for energy requirement. മെയിൻലി അതിന്റെ എന്താ ഗ്ലൂക്കോസ് മാത്രമാണ് അതിന്റെ എനർജിക്ക് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ ബ്രെയിനും എറിത്രോസൈറ്റും അഡ്രിനൽ മെഡുലയും cannot utilize fatty acid for energy requirement. Then fatty acids are activated to assign coenzyme. അതാണ് activation of fatty acid. ഒക്കെ ഒരു സൈറ്റോസോൾ നടക്കുന്നതാണ്. Fatty acids are activated to assign coenzyme by
thiokinase or acyl coenzyme synthetase. It requires ATP, coenzyme A, magnesium. ഇതിന്റെ ആക്ടിവേഷൻ ഈ ഒരു ഫാറ്റി ആസിഡ് ബീറ്റ ഓക്സിഡേഷൻ ഫാറ്റി ആസിഡിന് ATP ആവശ്യമാണ്. ലിപ്പോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റി ആസിഡ് ആണോ, ബ്രേക്ക് ഡൗൺ ഓഫ് ട്രൈഗ്ലിസറൈഡ് ആണോ, ബ്രേക്ക് ഡൗൺ ഓഫ് LDL ആണോ, ബ്രേക്ക് ഡൗൺ ഓഫ് കൈലോമൈക്രോൺ ആണോ? ലിപ്പോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്? ഫാറ്റി ആസിഡ് ആണ്. ഇത് കുറച്ച് കണ്ടാൽ ചിലപ്പം നമുക്ക് കറക്റ്റായിട്ട് വായിച്ചതിന് കൺഫ്യൂഷൻ വരും അല്ലെ. ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റി ആസിഡ് ആണോ വരുന്നത്, ട്രൈഗ്ലിസറൈഡ് ആണോ, LDL ആണോ, കൈലോമൈക്രോൺസ് ആണോ? നോർമൽ ഫാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ട്രൈഗ്ലിസറൈഡ്സ് അല്ലേ. അപ്പം ദ കംപ്ലീറ്റ് ഡീജനറേഷൻ ഓഫ് ട്രൈഗ്ലിസറോൾ ആയ ട്രൈഗ്ലിസറൈഡിനെ വരുന്നത് സയന്റിഫിക് നെയിം ശരിക്കും ട്രൈഗ്ലിസറോൾ എന്നാണ്. ട്രൈഗ്ലിസറോൾ ടു glycerol and free fatty acid is known as lipolysis. The complete degradation of triglycerol to glycerol and free acid is known as lipolysis. That apolipoprotein concerned with the activation of L-cat, lecithin, cholesterol, acyl transferase ആണ് L-cat എന്ന് പറയുന്നത്. apolipoprotein concerned with the activation of L-cat എന്ന് പറയുമ്പോൾ അത് അപ്പോപ്രോട്ടീൻ A1 ആണ്. The lecithin, cholesterol, acyl transferase is a plasma enzyme synthesized in the liver. Then its activities associated with the apoprotein A1 of HDL. Appearance of a creamy layer over the clear plasma when kept for 24 hours is seen in type 1 hyperlipoproteinemia ആണോ, type 2A hyperlipoproteinemia ആണോ, type 2B hyperlipoproteinemia ആണോ, type 3 hyperlipoproteinemia ആണോ? ഇതിൽ 1ലും 2ലും എന്താ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ ഒരു ഫെമിലിയൽ ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ് ടൈപ്പ് 1 പറയുന്നത്. അതിൽ എൻസൈം ഡിഫക്റ്റ് കാരണം എന്താണ് ഉണ്ടാവുന്നത്? ഇൻക്രീസ് പ്ലാസ്മ കൈലോമൈക്രോണും ട്രൈഗ്ലിസറൈഡ്സും കൈലോമൈക്രോൺസും ഇൻക്രീസ് ചെയ്യും. അപ്പൊ തന്നെ അതിന്റെ ആൻസർ ആയിട്ട് കൈലോമൈക്രോൺസ് കൂടുന്നതുകൊണ്ടായിരിക്കില്ല ആ ഒരു ഓവർ ദി പ്ലാസ്മ ഒരു ക്രീമി ലെയർ വരുന്നത്. കൈലോമൈക്രോൺ ആണ് മെയിൻ ആയിട്ട് ആ ഒരു വന്ന് വെച്ചിട്ട് ക്രീമി ലെയർ ഫോം ചെയ്യാൻ capable ആയിട്ടുള്ള കൈലോമൈക്രോൺ. അപ്പൊ ഇതിന്റെ ആൻസർ ടൈപ്പ് 1 ഒരു ക്രീമി ലെയർ ഫോം ചെയ്യുക. ടൈപ്പ് 1 ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിയയിലാണ് എന്താണ് ഉണ്ടാകുന്നത്? ഫെമിലിയൽ ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് ഡെഫിഷ്യൻസി ആണ്. ആ എൻസൈമിന്റെ ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടെങ്കിൽ പ്ലാസ്മയിൽ കൈലോമൈക്രോണും ട്രൈ അസൈൽ ഗ്ലിസറോൾ ലെവലും ഇൻക്രീസ് ചെയ്യും. അപ്പോഴാണ് അതിന്റെ പ്ലാസ്മയ്ക്ക് ഒരു ക്രീമി ലെയർ ഫോം ചെയ്യുന്നത്. ദെൻ ടൈപ്പ് 2A എന്താ വരുന്നത്? ഹൈപ്പർ ബീറ്റ ലിപ്പോപ്രോട്ടീനീമിയ ആണ്. ടൈപ്പ് 2A ഹൈപ്പർ ലിപ്പോപ്രോട്ടീനീമിയന്റെ അതർ നെയിം ആണ് ഹൈപ്പർ ബീറ്റ ലിപ്പോപ്രോട്ടീനീമിയ എന്ന് പറയുന്നത്. അതിന്റെ ഡിഫക്റ്റ് വരുന്നത് LDL റിസപ്റ്റേഴ്സിലാണ്. ഈ ടൈപ്പ് 2A വരുന്നത് LDL റിസപ്റ്റേഴ്സിലുള്ള ഡിഫക്റ്റ് കാരണമാണ് ടൈപ്പ് 2A ഹൈപ്പർ ലിപ്പോപ്രോട്ടീനീമിയ ഉണ്ടാവുന്നത്. ടൈപ്പ് 2B both LDL and VLDL increases along with elevation in plasma, cholesterol and triglycerides എല്ലാം ഇൻക്രീസ് ചെയ്യും. അത് മെയിൻലി ഓവർ പ്രൊഡക്ഷൻ ഓഫ് അപ്പോപ്രോട്ടീൻ മീൻ ഓവർ പ്രൊഡക്ഷൻ ആണ് ടൈപ്പ് 2B എന്നാണ് പറയുന്നത്. അപ്പൊ ടൈപ്പ് 2A പറയുന്നത് LDL റിസപ്റ്റേഴ്സിലുള്ള ഡിഫക്റ്റ് കാരണം, ടൈപ്പ് 1 പറയുന്നത് ഫെമിലിയൽ ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് ഡെഫിഷ്യൻസി കാരണമാണ് എന്നുള്ളത്. അതിൽ ടൈപ്പ് 1 കാര്യം ഓർത്തേക്ക്. ടൈപ്പ് 1 ഹൈപ്പർ ലിപ്പോപ്രോട്ടീനീമിയയിലാണ് കൈലോമൈക്രോൺ ഇൻക്രീസ് ചെയ്യുന്നത്. കൈലോമൈക്രോണും ട്രൈഗ്ലിസറൈഡ്സും ഇൻക്രീസ് ചെയ്യുന്നത് ടൈപ്പ് 1 ടൈപ്പ് 3 ടൈപ്പ് 4 ഒക്കെ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. എല്ലാ ഒബേസിറ്റി ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഇതൊക്കെ. Astigmatism is corrected by using dash lens. Concave ആണോ, കോൺവെക്സ് ആണോ, സിലിണ്ടറിക്കൽ ആണോ, none of the above. Astigmatism corrected by using which lens? കോൺകേവ് ആണോ? അപ്പൊ നമുക്ക് കോൺകേവ് ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയണം. കോൺവെക്സ് ഏതിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയണം. സിലിണ്ടറിക്കൽ ഏതിനാണ് അല്ലെ? ഇതിന്റെ ഏതായിരിക്കും ഇതിന്റെ ആൻസർ? Astigmatism is corrected by using സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. അതിന് presbyopia എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ലെൻസ് ആൻഡ് വീക്ക്നെസ് ഓഫ് ഒക്കുലാർ മസിൽ ഡ്യൂ ടു ഓൾഡർ ഏജ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. presbyopia പറഞ്ഞാല് ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ലെൻസ്
ആൻഡ് വീക്ക്നെസ് ഓഫ് ദി ഒക്കുലാർ മസിൽ ഡ്യൂ ടു ഓൾഡർ ഏജ്, അതാണ് പ്രെസ്ബയോപ്പിയ. അതിന് യൂസ് ചെയ്യുന്നത് ബൈ കോൺവെക്സ് ലെൻസ് ആണ് പ്രെസ്ബയോപ്പിയക്ക് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹൈപ്പർ മെട്രോപ്പിയക്ക് നമ്മൾ എന്താണ് ബൈ കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. മയോപ്പിയക്കാണ് ബൈ കോൺകേവ് ലെൻസ് യൂസ് ചെയ്യുന്നത്. അസ്റ്റിഗ്മാറ്റിക്കിന് സിലിണ്ടറിക്കൽ ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ സിമ്പിൾ ആണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സാമിന്റെ ടെൻഷൻ്റെ ഇടയിൽ നമുക്ക് ആകെ സമയത്ത് കൺഫ്യൂഷൻ, ഇതേപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ എത്തുമ്പോൾ നമുക്ക് ടെൻഷൻ കാരണം കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ പോർഷൻസ് ഒന്നും ഒഴിവാക്കരുത്, അതും ഒന്നും കൂടി തറവാക്കി വെക്കണം. Then the amino acid contributing to one carbon group, അലൈൻ ആണോ ഗ്ലൈസിൻ ആണോ ഗ്ലൂട്ടാമിക് ആസിഡ് ആണോ വലൈൻ ആണോ? ഇതിന്റെ ആൻസർ ഗ്ലൈസിൻ ആണ്. വൺ കാർബൺ ബോളിനെ ഇതാക്കുന്ന അമിനോ ആസിഡ് ഒന്ന് ഗ്ലൈസിൻ ഒന്ന് സെറൈൻ ആണ്. അതിന്റെ കാർബൺ ഡോണേഴ്സ് ആയിട്ട് ഇതാക്കുന്ന അമിനോ ആസിഡ്സ് പറയുന്നത് ഗ്ലൈസിൻ ആൻഡ് സെറൈൻ ആണ്. ഈ വൺ കാർബൺ ബോൾ എന്ന് പറയുകയാണെങ്കിൽ ദ ടോട്ടൽ സം ഓഫ് സിംഗിൾ കാർബൺ യൂണിറ്റ്, ദാറ്റ് ഈസ് മീഥൈൽ, methylene and formyl groups, that the total sum of single carbon unit attached to tetrahydrofolate carriers within a cell. ഈ tetrahydrofolate carriersനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടോട്ടൽ സം ഓഫ് സിംഗിൾ കാർബൺ യൂണിറ്റ്, അതായത് മീഥൈൽ ഗ്രൂപ്പോ മെഥിലിൻ ഗ്രൂപ്പോ ഫോർമൈൽ ഗ്രൂപ്പോ പിന്നെ എത്ര അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടെട്രാഹൈഡ്രോഫോളേറ്റ് കാരിയേഴ്സിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടോട്ടൽ സം ഓഫ് സിംഗിൾ കാർബൺ യൂണിറ്റ് ഈ കാർബൺ പൂൾ എന്ന് പറയുന്നത്, വൺ കാർബൺ പൂൾ പറയുന്നത്. അതിലേക്ക് മെയിൻലി കാർബൺ ഡോൺ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് സെറൈൻ ആൻഡ് ഗ്ലൈസിൻ ആണ്. Then functions of glutathione include all the following except ഗ്ലൂട്ടാതയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രോങ് ആന്റി ഓക്സിഡന്റ് ആണല്ലേ ഈ ഗ്ലൂട്ടാതയോൺ എന്ന് പറയുമ്പോൾ. അപ്പൊ അതിനകത്ത് വായിച്ചു നോക്കുക, ഫ്രീ റാഡിക്കൽ സ്കാവെഞ്ചിങ്. ഒരു ആന്റി ഓക്സിഡന്റിന്റെ മെയിൻ ആക്ഷൻ എന്താണ്? ഫ്രീ റാഡിക്കൽ സ്കാവെഞ്ചിങ്. അപ്പൊ ഫംഗ്ഷൻ അത് ഗ്ലൂട്ടാതയോണിന്റെ ഫംഗ്ഷൻ അതാണ്. ഡൈസൾഫൈഡ് ബോണ്ട് ഫോർമേഷൻ, ഡീടോക്സിഫിക്കേഷൻ, അത് ഡിറ്റോക്സിഫിക്കേഷനും ആന്റി ഓക്സിഡന്റ് ഇതാണ്. ആക്ടിവേഷൻ ഓഫ് എൻസൈം. ഇതിന്റെ ആൻസർ വരുന്നത് ഡൈസൾഫൈഡ് ബോണ്ട് ഫോർമേഷൻ ആണ്. ചില ആൻസേഴ്സ് നമുക്ക് ഡയറക്റ്റ് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഡിസ്കാർഡ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഫങ്ഷൻസ് ഓഫ് ഗ്ലൂട്ടാതയോൺ ഇൻക്ലൂഡ് ഓൾ ഫോളോയിങ് എക്സെപ്റ്റ്. എക്സെപ്റ്റ് എന്നുള്ള സാധനം അതിന്റെ നമ്മളെപ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ കുറെ എക്സെപ്റ്റുകളും നോയും ഒക്കെയാണ് നമ്മൾ വിട്ടുപോവുക. ഫസ്റ്റ് തന്നെ കാണുമ്പോൾ ആ എക്സെപ്റ്റ് വായിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഫ്രീ റാഡിക്കൽ സ്കാവെഞ്ചിങ് കണ്ടിട്ട് എന്താ പറയാ സന്തോഷം മൂത്രം ചിലപ്പോൾ ആ ഫസ്റ്റ് എ അങ്ങോട്ട് ബബിൾ ചെയ്ത് പോകും. അപ്പൊ അങ്ങനത്തെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ഫുൾ ഓപ്ഷൻസ് വായിച്ചിരിക്കണം. അപ്പൊ നമ്മൾ ഈ ഇൻ കേസ് നമ്മൾ ഈ എക്സെപ്റ്റ് നോ എന്ന് നമ്മൾ നോട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് വായിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വന്നിട്ട് നമ്മൾ ഏതൊന്നെങ്കിലും എന്താണ് ക്വസ്റ്റ്യൻ. ഒരിക്കലും ഫുൾ ഓപ്ഷൻ വായിക്കാതെ ചാടി കയറി കുത്താൻ നോക്കരുത്. ഓപ്ഷൻസ് ഫുൾ ഓപ്ഷൻസും ക്വസ്റ്റ്യൻസും ഒരു 2 തവണയെങ്കിലും വായിച്ചിട്ട് എസ്പെഷ്യലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് കൺഫേം ചെയ്തിട്ട് ആൻസർ ചെയ്യാവും. Serotonin is a biologically important substance derived from tyrosine ആണോ ഹൈഡ്രോഫോളിക് ആസിഡ് ആണോ ത്രിയോളിൻ ആണോ ട്രിപ്റ്റോഫാൻ ആണോ? സെറോട്ടോണിൻ നമുക്കറിയാം ട്രിപ്റ്റോഫാനിലുള്ള പ്രൊഡക്റ്റ് ആണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത്. 5-ഹൈഡ്രോക്സി ട്രിപ്റ്റമൈൻ ആണ് ഈ സെറോട്ടോണിൻ എന്ന് പറയുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് സെറോട്ടോണിൻ. 5-ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ ആണ് സെറോട്ടോണിൻ. All the vitamins are produced from precursors in human body except. എസെൻഷ്യൽ ആയിട്ട് നമുക്ക് ബോഡി പ്രൊഡ്യൂസ് ചെയ്യാതെ എസെൻഷ്യൽ ആയിട്ട് വേണ്ട വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു. All the vitamins are produced from the precursors in human body except. നിയാസിൻ ആണ്. നിയാസിൻ നമുക്കറിയാം ട്രിപ്റ്റോഫാനിന് പ്രൊഡ്യൂസ് ചെയ്താണ് നിയാസിൻ. ഇതിന്റെ ആൻസർ അസ്കോർബിക് ആസിഡ് ആണ്. പിന്നെ വൈറ്റമിൻ ഡിയിൽ എന്താ കാൽസിഫെറോൾ ഉണ്ട് അല്ലെ, ഒന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്. വൈറ്റമിൻ എക്ക് ബീറ്റ കരോട്ടിൻ ആണ് വൈറ്റമിൻ എ പ്രൊഡ്യൂസ് ചെയ്തത്. അസ്കോർബിക് ആസിഡ് എന്താണ്? ഹ്യൂമൻ ബീയിങ്സില് അസ്കോർബിക് ആസിഡ് വേണ്ട എൽ ഗുളോണോ ലാക്ടോൺ ഓക്സിഡൈസ് എന്ന എൻസൈം ആബ്സെന്റ് ആണ്. ഈ എൻസൈമിന്റെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്താ വൈറ്റമിൻ സി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത്. പ്രൈമേറ്റ്സിനും പിനിയാപ്പിക്കിനൊന്നും ഇത് മാനിനൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് എൽ ഗുളോണോ ലാക്ടോൺ ഓക്സിഡൈസ് എന്ന എൻസൈമിന്റെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ് അസ്കോർബിക് ആസിഡ് സിന്തസൈസ് ചെയ്യാൻ പറ്റാത്തത്.
Which of the following statement about obstructive jaundice are true? ഞാൻ പറഞ്ഞില്ലേ 2-3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതൊന്ന് ചോദിക്കും. ട്രൂ ഏതാണ്, നോട്ട് ട്രൂ ഏതാണ്, ഫാൾസ് ഏതാണ്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Which of the following statement about obstructive jaundice are true? Increase the level of conjugated bilirubin in blood. Direct positive Vandenberg test for bilirubin. Increased excretion of urobilinogen in urine. Increased cholesterol in blood. Obstructive jaundice case എന്തൊക്കെയാണ് വരുന്നത്? Increased level of conjugated bilirubin അല്ലേ? Obstructive jaundice എന്തായിരിക്കും? ബൈൽ ഡക്റ്റിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഒക്കെ വരുന്നത് കാരണമൊക്കെ ഉണ്ടാവുന്നതാണ് ഒബ്സ്ട്രക്റ്റീവ് ലങ്സ്. ലിവറിന് പോകുന്ന കഴിഞ്ഞ് പിന്നെ ഗോൾ ബ്ലാഡറിന് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഡെയിലി ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉണ്ടാവുന്നത് അല്ലേ? അപ്പൊ അവിടേക്ക് ഓൾറെഡി കോൺജുഗേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നടന്നു കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് കോൺജുഗേഷൻ ബിലിറുബിനാണ് ബ്ലഡിലുണ്ടാവുക. അത് ഓക്കെയാണ്. ഡയറക്റ്റ് പോസിറ്റീവ് വാൻഡൽബർഗ് ടെസ്റ്റ് ഫോർ ബിലിറുബിൻ അതാണോ നോക്കുക. പിന്നെ അതിൽ യൂറോബിനോജൻ ഇൻക്രീസ് ആവുകയാണോ ഡിക്രീസ് ആവുകയാണോ ചെയ്യുന്നത്? ബ്ലോക്ക് ആണ് വരുന്നത് അല്ലേ? അപ്പൊ യൂറോബിനോജൻ ഉണ്ടാവോ യൂറിനില്? യൂറോബിനോജൻ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഇൻകറക്റ്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ്. ഇൻക്രീസ്ഡ് കൊളസ്ട്രോൾ ഇൻ ബ്ലഡ് അതുമല്ലേ? അപ്പൊ ഇതിന്റെ അകത്ത് ഏതാണ് ഓപ്ഷൻസ് വരിക? ചാൻസ് ഉള്ളത് പോസ്റ്റ്-ഹെപ്പാറ്റിക് ഓർ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്ന ഒബ്സ്ട്രക്ഷൻസ് ഓഫ് ബൈൽ ഡക്റ്റ് ആണ്. കോൺജുഗേറ്റഡ് ബിലിറുബിനാണ് കൂടുന്നത്. ഇപ്പൊ യൂറിനറി എക്സ്ക്രീഷൻ ഓഫ് യൂറോബിലിനോജൻ ഡിക്രീസ് ചെയ്യണമെങ്കിൽ ആബ്സെന്റ് ആയിരിക്കാം. ഫീക്കൽ എക്സ്ക്രീഷൻ ഓഫ് സ്റ്റെപ്പോബിലിനോജൻ ആബ്സെന്റ് ആയിരിക്കും. വാൻഡൽബർഗ് ടെസ്റ്റ് ഡയറക്റ്റ് പോസിറ്റീവ് ആണ്. ലിവർ ഫങ്ഷൻസ് ഒക്കെ എക്സാജറേറ്റഡ് ആയിരിക്കും. ബ്ലഡ് പിക്ചർ നോർമൽ ആണ്. പ്ലാസ്മ ആൽബുമിൻ ആൻഡ് ഗ്ലോബുലിൻ നോർമൽ ആണ്. പിന്നെ ഹെമറേജിക് ടെൻഡൻസി വൈറ്റമിൻ കെന്റെ അറ്റാക്ക് വരുന്നത് കാരണം വൈറ്റമിൻ ഇതുണ്ടായിരിക്കും. ഇതിന്റെ ഓപ്ഷൻ നോക്കാലോ. 1, 2 and 4 ആണ് ഇതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ? ഇൻക്രീസ് ലെവൽ ഓഫ് കോൺജുഗേറ്റഡ് ബിലിറുബിൻ ഇൻ ബ്ലഡ് ഉണ്ട്. ഡയറക്റ്റ് പോസിറ്റീവ് വാൻഡൽബർഗ് ടെസ്റ്റ് ഓഫ് ബിലിറുബിൻ ആണ്. പിന്നെന്താണ്? ഇൻക്രീസ്ഡ് കൊളസ്ട്രോൾ ഇൻ ബ്ലഡ്. ഇത് 3 ആണ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിന്റെ കേസിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. യൂറോബിലിനോജന്റെ എക്സ്ക്രീഷൻ എങ്ങനെയാണ്? ഡിക്രീസ് അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും യൂറോബിലിനോജൻ എക്സ്ക്രീഷൻ വരുന്നത്. ബൈലൊന്നും ക്ലേ കളേർഡ് സ്റ്റൂൾ ആയിരിക്കും. കാരണം ഒബ്സ്ട്രക്ഷൻ കാരണം ബൈല് എലിമെന്ററി ട്രാക്റ്റിലേക്ക് വരുന്നില്ല. ഈ ഒരു കാര്യം ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കണം. പ്രീ ഹെപ്പാറ്റിക് എങ്ങനെയാണ്, ഹെപ്പാറ്റിക് എങ്ങനെയാണ്, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എങ്ങനെയാണ്. ആന്റി തൈറോയ്ഡ് ഡ്രഗ് മെത്തിമസോൾ ഡിക്രീസസ് തൈറോയ്ഡ് ഫങ്ഷൻസ് ബൈ ഓപ്ഷൻ ബി ആണ് റെഡ്യൂസിങ് ഓക്സിഡേഷൻ ഓഫ് അയോഡിൻ ടു ആക്റ്റീവ് അയോഡൈഡ്. കാരണം ഇപ്പൊ ഫാർമക്കോഫിയും കൂടി ഇത് പഠിക്കാനുണ്ടല്ലോ കുട്ടികൾക്ക്. സിലബസിൽ കുറച്ച് അലോപ്പതിക് മെഡിസിൻസും കൂടി നമ്മൾ പഠിച്ചിരിക്കണം. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ നോക്കി വിട്ടേക്കാം. പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണ്ട. ആണെന്നുണ്ടെങ്കിൽ ഇത്തവണ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ഗൈനക്കോളജി സർജറി ഇതിലൊക്കെ വന്നിരിക്കുന്നത് കുറെ സർജിക്കൽ മെത്തേഡ്സും അലോപ്പതിക് മാനേജ്മെന്റ് ആണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നത്. To calculate creatine clearance by Cockcroft formula, all the following data are required except ആണ്. all the following data are required except ആ എക്സെപ്റ്റ് ആണ്. ഇപ്പം നോക്കുമ്പോൾ നമുക്ക് കൊക്രോഫ് ഗോൾഡ് ഫോർമുല എന്താണെന്ന് അറിയണം അല്ലെ? ഇതിനകത്ത് ആദ്യം കൊക്രോഫ് ഗോൾഡ് ഫോർമുല എന്താന്ന് പറഞ്ഞാലേ ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഏജ് ഓഫ് ദി പേഷ്യന്റ് ആണോ, ബോഡി വെയിറ്റ് ഓഫ് ദി പേഷ്യന്റ് ആണോ, സെറം ക്രിയാറ്റിൻ കോൺസെൻട്രേഷൻ ആണോ, യൂറിൻ ക്രിയാറ്റിൻ കോൺസെൻട്രേഷൻ ആണോ നോക്കുന്നത്. അതായത് കൊക്രോഫ് ഗോൾഡ് ഫോർമുല എന്താന്ന് നമുക്ക് നോക്കാം. കൊക്രോഫ് ഗോൾഡ് ഫോർമുല എന്ന് പറഞ്ഞാൽ ക്രിയാറ്റിൻ ക്ലിയറൻസ് ഇസ് ഈക്വൽ ടു 140 മൈനസ് ഏജ്. ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, ഏജ് ഉണ്ട്, ഇൻറ്റു വെയിറ്റ് ഇൻ കിലോഗ്രാം. വെയിറ്റ് ഓഫ് ദി പേഷ്യന്റ് ആണ് സെക്കൻഡ് ഓപ്ഷൻ, അതും ഉണ്ട്. ദെൻ ഇൻറ്റു
ഫീമെയിൽസ് ആണെങ്കിൽ 0.085 കൂടി ഇടണം ഇൻ കേസ് ഓഫ് ഫീമെയിൽ. ഓൾ ഡിവൈഡഡ് ബൈ 72 ഇൻറ്റു സെറം ക്രിയാറ്റിൻ ആണ്. അപ്പൊ അതിന്റെ ഓപ്ഷൻസ് എന്താ? എക്സെപ്റ്റ് ആണ് ചോദിച്ചത് അല്ലെ. ടു കാൽക്കുലേറ്റ് ക്രിയാറ്റിൻ ക്ലിയറൻസ് ബൈ Cockcroft ഫോർമുല all the following data are required except. അതിന് ഏജ് ഓഫ് ദി പേഷ്യന്റ് ഉണ്ട്, ബോഡി വെയിറ്റ് ഓഫ് ദി പേഷ്യന്റ് അറിയണം, ദെൻ സെറം ക്രിയാറ്റിൻ കോൺസെൻട്രേഷനും അറിയണം അല്ലെ. ഇത് മൂന്നും വേണം. അപ്പൊ ഇതിനകത്ത് ഏതാണ് വേണ്ടാത്തത്? യൂറിൻ ക്രിയാറ്റിൻ കോൺസെൻട്രേഷൻ അറിയണ്ട. അപ്പൊ ഇതിനകത്ത് വേണ്ടാത്ത ആവശ്യമില്ലാത്ത Cockcroft ഫോർമുലയിലെ റിക്വയർമെന്റ് ഇല്ലാത്തത് ഏതാണ്? യൂറിൻ ക്രിയാറ്റിൻ കോൺസെൻട്രേഷൻ ആണ് ആവശ്യമില്ലാത്തത്. അപ്പൊ ഇതിന്റെ ആൻസർ യൂറിൻ ക്രിയാറ്റിൻ കോൺസെൻട്രേഷൻ ആണ്. Which of the following scenario is the most consistent with the diagnosis of acute liver disease? Decrease in serum albumin, normal prothrombin time. Decreased serum albumin, increased prothrombin time. Normal serum albumin, increased prothrombin time. And increased serum albumin and normal prothrombin time. അപ്പൊ നമ്മൾ acute liver disease ആണെന്നുള്ള ഓർക്കുക. acute liver disease മെയിൻലി എന്തായിരിക്കും? നോർമൽ ആൽബുമിൻ ലെവൽ നോർമൽ ആയിരിക്കും. അതിന് മെയിൻലി പ്രോത്രോംബിൻ ടൈം ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. കോയാഗുലേഷനൊക്കെയാണ് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത്. Which of the following mineral is known as glucose tolerance factor? അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു കാര്യമാണ്. Which of the following mineral is known as glucose tolerance factor? ക്രോമിയ ആണോ, കൊബാൾട്ട് ആണോ, കാൽഷ്യം ആണോ, കോപ്പർ ആണോ? ഇതിൽ ക്രോമിയ ആണ് ഗ്ലൂക്കോസ് ടോളറൻസ് ഫാക്ടർ എന്ന് പറയുന്ന മിനറൽ. ഏതാ? ക്രോമിയത്തെയാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ഫാക്ടർ എന്ന് പറയുന്നത്. മിനറൽ നോൺ ആസ് ഗ്ലൂക്കോസ് ടോളറൻസ് ഫാക്ടർ ഈസ് ക്രോമിയം. ഓൾസോ എന്താണ്? ക്രോമിയം ലോവേഴ്സ് ടോട്ടൽ സെറം കൊളസ്ട്രോൾ ലെവലും ലോവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ chromium content of blood is about 20 milligram per normal level. Chromium content of blood is about 20 milligram per deciliter. In association with insulin, chromium promotes the utilization of glucose. Chromium is a component of the protein, namely chromodonin, which facilitates the binding of insulin to cell receptor site. Glucose utilization. Glucose tolerance factor mineral chromium. And chromium lowers the total serum cholesterol level. And it involved in lipoprotein metabolism. Chromium decreases serum LDL and increases HDL. Chromium എന്തുകൊണ്ടും ഗുഡ് എന്താ പറയാ കാർഡിയാക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മിനറലാണ്. കൊബാൾട്ട് മെയിൻലി കൊബാൾട്ടിനെ യൂസ് വൈറ്റമിൻ B12 കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു ആക്ഷൻ മാത്രമാണ് മെയിൻലി പോയിസനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ B12 കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറെ മിനറൽസും അതിന്റെ ഡെഫിഷ്യൻസി എന്തൊക്കെയാണ്, അതിന്റെ റെക്കമെൻഡ് ഡയറ്ററി അലവൻസ് എത്രയാണ്. ഇതിപ്പം ഫിസിയോളജിയിലും പിന്നെ അതേപോലെ തന്നെ SPM-ലും ഈ ഒരു കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടേബിൾ പഠിച്ചിരിക്കുന്നത് എന്തോ നന്നായിരിക്കും. അതിന്റെ മേജർ സോഴ്സ് എന്താണ്, അത് മാത്രമേ നമുക്ക് ഡെയിലി പ്രാക്ടീസിലും ഇത് ഉപകരിക്കും. ഈ ഒരു മൊത്തത്തിലുള്ള ഇതൊന്ന് പഠിച്ചിരുന്നത് ഉപകാരപ്പെടും. മെയിൻ അയൺ, കോപ്പർ, അയഡിൻ, മാംഗനീസ്, സിങ്ക്, മോളിബ്ഡിനം, കൊബാൾട്ട്, ഫ്ലൂറിൻ, സെലിനിയം ആൻഡ് ക്രോമിയം ആണ് മൈക്രോ എലമെന്റ്സ്. Which of the following is not a feature of pre-renal azotemia? Azotemia എന്ന് പറയുമ്പോൾ യൂറിയന്റെ എമൗണ്ട് കൂടുകയാണ് അല്ലെ. Which of the following is not a feature of pre-renal azotemia? Pre-renal renal cause അല്ലാതെ വരുന്നത് എന്തൊക്കെയാണ്? ലോ ബ്ലഡ് പ്രഷർ ആണ്. Which of the following is not a feature of pre-renal azotemia? ലോ ബ്ലഡ് പ്രഷർ ആണ്. മെയിൻലി എന്താ വെച്ചാൽ പറയുന്നത് ഇതിന്റെ കോഴ്സ് പറയുന്നത് പ്രീ-റീനൽ അസോട്ടീമിയ വരാനുള്ള ഒരു കോഴ്സ് പറയുന്നത് മെയിൻലി കിഡ്നിയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുക ചെയ്യുന്ന സമയത്താണ് ഈ പ്രീ-റീനൽ അസോട്ടീമിയ വരുന്നത്. അപ്പം ലോ ബ്ലഡ് പ്രഷർ ആണോ, ഇൻക്രീസ്ഡ് ഫ്രാക്ഷണൽ എക്സ്പ്രഷൻ ഓഫ് സോഡിയം, ഇൻക്രീസ്ഡ് ബയോളജിക്കൽ യൂട്ടിലൈസ്ഡ് നൈട്രജൻ ഓർ സെറം ക്രിയാറ്റിനിൻ റേഷ്യോ ആൻഡ് ഇൻക്രീസ്ഡ് സെറം ക്രിയാറ്റിൻ. 4 എണ്ണത്തിൽ ഏതാണ് നോട്ട് എ ഫീച്ചർ ഓഫ് പ്രീ-റീനൽ അസോട്ടീമിയ? അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഓൺലി 2.
then only 3. Only 2 and 3. Then only 1, 2, only 2, 3 and 4. ഇതിൽ ഏതാണെന്ന് ചോദിക്കും. ലോ ബ്ലഡ് പ്രഷർ. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ only 2. ഇൻക്രീസ് ദ ഫ്രാക്ഷണൽ എക്സ്ക്രീഷൻ ഓഫ് സോഡിയം ആണ്. ഇത് മാത്രമാണോ അതിന്റെ നോട്ട് എ ഫീച്ചർ? അതോ only 3 ഇൻക്രീസ് DO and serum creatinine റേഷ്യോ ആണോ? അല്ലെങ്കിൽ only 2 and 3 ഇത് രണ്ടും ഇൻക്രീസ് ദ ഫ്രാക്ഷണൽ എക്സ്ക്രീഷൻ ഓഫ് സോഡിയം, ഇൻക്രീസ് DO and serum creatinine റേഷ്യോ ആണോ? 2, 3, 4 ഇതൊക്കെയാണോ ഇതിന്റെ റീസൺ എന്നാണ് നോക്കേണ്ടത്. അപ്പം പ്രീറീനൽ അസോട്ടീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾവേസ് ഫ്രം എ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് വോളിയം ഓർ ബ്ലഡ് പ്രഷർ. അപ്പം ലോ പ്രഷർ എന്ന് പറയുന്നത് പ്രീറീനൽ അസോട്ടീമിയയുടെ ഒരു ഫീച്ചർ ആണ്. അപ്പൊ അത് ഓപ്ഷനിൽ പോയി. ദെൻ ഹൈ BUN to creatinine റേഷ്യോ അതും ഉണ്ടായിരുന്നു. അപ്പം എന്തായി? മൂന്നാമത്തെ ഓപ്ഷനും കട്ട് ചെയ്ത് പോകും. അപ്പൊ അതും ഒരു പ്രീറീനൽ അസോട്ടീമിയയുടെ ഫീച്ചർ ആണ്. പിന്നെ ഫ്രാക്ഷണൽ എക്സ്ക്രീഷൻ ഓഫ് സോഡിയം എന്താ ചെയ്യുന്നത്? ലെസ് ദാൻ 1%. അത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ എന്താണുള്ളത്? അത് ഇൻക്രീസ്ഡ് ഫ്രാക്ഷണൽ എക്സ്ക്രീഷൻ ഓഫ് സോഡിയം എന്ന് പറയുന്നത് അത് ഫീച്ചർ അല്ല. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ എ ആണ്. only 2. ഇൻക്രീസ് ദ ഫ്രാക്ഷണൽ എക്സ്ക്രീഷൻ ഓഫ് സോഡിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് പ്രീറീനൽ അസോട്ടീമിയ. പിന്നെ എന്താ വരിക? ഇറ്റ് വിൽ ബി ഡിക്രീസ് ദ ഫ്രാക്ഷണൽ എക്സ്ക്രീഷൻ ഓഫ് സോഡിയം ആണ് പ്രീറീനൽ അസോട്ടീമിയയുടെ ഫീച്ചർ ആയിട്ട് വരും. അത് എപ്പോഴും എത്രയായിരിക്കും? ലെസ് ദാൻ 1% ആയിട്ടായിരിക്കും കുറയാം. അപ്പൊ എന്തായാലും പിന്നെ കിഡ്നി ഫങ്ഷൻസ് കുറയുമ്പോൾ എന്തായാലും എന്തായിരിക്കും? സെറം ക്രിയാറ്റിൻ റേഷ്യോ എന്തായാലും ഇൻക്രീസ് ചെയ്യും. പിന്നെ കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്ന പറഞ്ഞേ. 45-year-old patient come with complaints of easy fatigability and palpitation. On examination, she had pallor. അപ്പൊ എന്താ? അനീമിയ ഉണ്ട്. മീഥൈൽ മെലോണിക് ആസിഡ് excretion in urine was estimated as a part of evaluation. This can be utilized to assess the nutritional status of each vitamin. Vitamin B12 ഡെഫിഷ്യൻസിക്കാണ് മീഥൈൽ മെലോണിക് ആസിഡിന്റെ എക്സ്ക്രീഷൻ നോക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ലിസ്റ്റഡ് ബിലോ ആസ് ഇതൊക്കെയാണ്. എക്സ്ക്രീറ്ററി ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്, സിന്തറ്റിക് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഈ തന്നിരിക്കുന്ന ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിനെ ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാ? സെറം ബിലിറുബിൻ, യൂറിൻ ബൈൽ സാൾട്ട്, അതിന്റെ പ്രോത്രോബിൻ ടൈം. ഇനി ഈ മൂന്നെണ്ണത്തിന് എക്സ്ക്രീറ്ററി ഫംഗ്ഷന്റെയും സിന്തറ്റിക് ഫംഗ്ഷന്റെയും അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാണ് പറയുന്നത്. ആ ബിലിറുബിൻ സിന്തസിസ് ആണോ എക്സ്ക്രീഷൻ ആണോ എന്ന് അറിയണം. ബൈൽ സാൾട്ട് സിന്തസിസ് ആണോ എക്സ്ക്രീഷൻ ആണോ എന്ന് അറിയണം. അതേപോലെ പ്രോത്രോബിൻ സിന്തസിസ് ഫംഗ്ഷൻ ഔട്ട് ചെയ്യുമ്പോഴാണോ എഫക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ആണോ എന്നുള്ള കാര്യം അറിയണം. ഇതിൽ ഓപ്ഷൻ 1 എ ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താ? എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെറം ബിലിറുബിനും ബൈൽ സോൾട്ടും ആണ്. പ്രോത്രോംബിൻ എന്ന് പറയുന്നത് സിന്തറ്റിക് ഫംഗ്ഷൻ ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ബി പറയുന്നത് ഈ എക്സ്ക്രീറ്ററി ഫംഗ്ഷനിൽ വരുന്നത് യൂറിൻ ബൈൽ സോൾട്ട് മാത്രമാണ്. മറ്റേത് സിന്തറ്റിക് ഫംഗ്ഷൻ പറയുന്നത് ബിലിറുബിനും പ്രോത്രോംബിൻ ടൈം ആണ്. സി ഓപ്ഷൻ പറയുന്നത് ഫസ്റ്റ് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോത്രോംബിൻ ടൈം ആണ്. മറ്റേത് ബിലിറുബിനും ബൈൽ സോൾട്ടും ഇതാണ് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ആണ്. ഡി ഓപ്ഷൻ പറയുന്നത് 1 എക്സ്ക്രീറ്ററി ഫംഗ്ഷനിൽ വരുന്നത് 2 and 3 യൂറിൻ ബൈൽ സോൾട്ടും പ്രോത്രോംബിൻ ടൈം ആണ്. പിന്നെ 2 ആയത് സിന്തറ്റിക് ഫംഗ്ഷനിൽ വരുന്നത് സെറം ബിലിറുബിൻ ആണ്. അപ്പൊ അതിന്റെ ആൻസേഴ്സ് ഏതാണ് നോക്കാം. അപ്പൊ ടെസ്റ്റ് ബേസ്ഡ് ഓൺ ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിലുള്ളത്. ഇത്രയും ടെസ്റ്റുകളാണ്. ഒന്ന് എക്സ്ക്രീറ്ററി ഫംഗ്ഷന്റെ ബേസിലുള്ളതുണ്ട്. സെറം എൻസൈംസ് സിന്തറ്റിക് ഫംഗ്ഷൻ ആണ്. സെറം എൻസൈംസിന്റെ ഉണ്ട്. പിന്നെ മെറ്റബോളിക് കപ്പാസിറ്റി നോക്കിയിട്ടുണ്ട്. സിന്തറ്റിക് ഫംഗ്ഷൻസിന്റെ ഡീടോക്സിഫിക്കേഷൻ. ഇങ്ങനെ 5 ടൈപ്പ് ഓഫ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഇങ്ങനെ 5 സാധനത്തിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. എക്സ്ക്രീറ്ററി ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട്, സിറം എൻസൈംസിനെ ബേസ് ചെയ്തിട്ട്, മെറ്റബോളിക് കപ്പാസിറ്റി മെയ്ക്കുന്നത്, സിന്തറ്റിക് ഫംഗ്ഷൻസ് ആൻഡ് ഡീടോക്സിഫിക്കേഷൻ. അതിൽ എക്സ്ക്രീറ്ററി ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ബൈൽ പിഗ്മെന്റ്, ബൈൽ സോൾട്ട്, സൾഫ്താലിൻ. ഈ 3 എണ്ണം ബൈൽ പിഗ്മെന്റും ബൈൽ സോൾട്ട് എന്നാണ്. മെയിൻലി എക്സ്ക്രീറ്ററി ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് എന്ത്? ബൈൽ പിഗ്മെന്റും ബൈൽ സോൾട്ടും. ടെസ്റ്റ് ബേസ്ഡ് ഓൺ സെറം എൻസൈംസ് ഉണ്ട്. എൻസൈംസ് ഡെറിവേർഡ് ഫ്രം ലിവർ. അതാണ് ഡിറ്റർമിനേഷൻ ഓഫ് ട്രാൻസാമിനേസ്, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്, 5 ന്യൂക്ലിയോടൈഡേസ്, ഗാമ ഗ്ലൂട്ടേ
ഗാമ ഗ്ലൂട്ടമൈൻ ട്രാൻസ്പെപ്റ്റിഡേസ് ഇതൊക്കെയാണ് സെറം എൻസൈംസ്. മെറ്റബോളിക് കപ്പാസിറ്റി വയ്ക്കുമ്പോൾ ഗലക്ടോസ് ടോളറൻസും ആന്റിപൈറിൻ ക്ലിയറൻസും. ടെസ്റ്റ് ബേസ്ഡ് ഓൺ സിന്തറ്റിക് ഫംഗ്ഷൻ ആണ് പ്രോത്രോംബിൻ ടൈമും സെറം ബിലിറുബിനും. ടെസ്റ്റ് ബേസ്ഡ് ഓൺ ഡിറ്റോക്സിഫിക്കേഷൻ ആണ് ലിപ്യൂരിക് ആസിഡ് സിന്തസിസ്. അപ്പം ഇതിന്റെ ഓപ്ഷൻ സെറം ആൽബുമിനാണ്. അപ്പം ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. എക്സ്ക്രീറ്ററി ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? ബിലിറുബിനും ബൈൽ സോൾട്ട് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻസ് ആണ്. സിന്തറ്റിക് ഫംഗ്ഷനിൽ വരുന്ന പ്രോത്രോംബിൻ ടൈമാണ്. പ്രോത്രോംബിൻ ടൈമും ആൽബുമിനാണ് മെയിൻലി സിന്തറ്റിക് ഫംഗ്ഷനിൽ വരുന്ന രണ്ട് ടെസ്റ്റുകളും, സെറം ആൽബുമിനും പ്രോത്രോംബിൻ ടൈമും. പിന്നെ ബിലിറുബിനും ബൈൽ സോൾട്ടും വരുന്നത് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻസ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോഎൻസൈം? അപ്പൊ കോഎൻസൈംസ് എന്താണ് എന്താ കാര്യം എന്ന് അറിയണം. ലിപ്പോയിക് ആസിഡ് ആണോ, ATP ആണോ, വൈറ്റമിൻ കെ ആണോ, അഡിനോസിൻ മെത്തിയോണിൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കോഎൻസൈം അല്ലാത്ത അഡിനോസിൻ മെത്തിയോണിൻ ആണ്. കോഎൻസൈം എന്ന് പറയുമ്പോൾ നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദി എൻസൈം ആണ് കോഎൻസൈം. എൻസൈം മൊത്തത്തിൽ പറയാൻ ഫോളോ എൻസൈം ആണ്. അതിൽ പ്രോട്ടീൻ പാർട്ടാണ് അപ്പോ എൻസൈം, നോൺ പ്രോട്ടീൻ പാർട്ടാണ് ഈ കോഎൻസൈം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഈ ലിപ്പോയിക് ആസിഡ്, ATP, വൈറ്റമിൻ കെ ഇതൊക്കെ എന്താണ്? കോഎൻസൈംസ് ആണ്. Which of the following statement is or are true about stages of erythropoiesis? True about stages of erythropoiesis ആണ്. അപ്പൊ ന്യൂക്ലിയോലിയ ഡിസപ്പിയർ ഇൻ ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ് സ്റ്റേജ്. Cytoplasm of polychromatic normoblasts contain mixture of basophilic RNA and acidophilic input. അപ്പൊ ഇതിന്റെ ആ സ്റ്റേജ് എറിത്രോപോയിസിന്റെ സ്റ്റേജിലൊക്കെ എന്താ പറഞ്ഞത്? ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതിലൊക്കെ എന്തൊക്കെയാണ് ഓരോ സ്റ്റേജിലും ന്യൂക്ലിയസ് ബേസോഫിലിക് ആണോ അസിഡോഫിലിക് ആണോ, അതിൽ ന്യൂക്ലിയസ് എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ന്യൂക്ലിയോലിയ ഡിസപ്പിയർ ഇൻ ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ് സ്റ്റേജ്. Cytoplasm of polychromatic normoblast contain mixture of basophilic RNA and acidophilic hemoglobin. Mitotic activity disappear in polychromatic stage. Orthochromatic normoblast has scanty deeply basophilic cytoplasm. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. only 1 and 2, only 2 and 4, only 1 and 2, only 1 and 3, only 2 and 4, only 1 and 2, only 3 and 4. അല്ല ഏതാണെന്നാണ് അറിയേണ്ടത്. അപ്പൊ ഇതിലെല്ലാം ഏതൊക്കെയാണ്, എന്തൊക്കെ സ്റ്റേജിൽ എന്തൊക്കെ നടക്കുന്നു നോക്കാം. ഏർലി നോർമോബ്ലാസ്റ്റ് സ്റ്റേജ് ബേസോഫിലിക് എറിത്രോബ്ലാസ്റ്റ് ആണ്. ഏർലി നോർമോബ്ലാസ്റ്റിലെ ബേസോഫിലിക് എറിത്രോബ്ലാസ്റ്റ് ആണ്. അതാണ് ബേസോഫിലിക് ആണ് അതിന്റെ ന്യൂക്ലിയസ് വരുന്നത്. ഇന്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് പറയുമ്പോൾ അതാണ് പോളിക്രോമാറ്റിക് എറിത്രോബ്ലാസ്റ്റ് പറയുമ്പോൾ ഇന്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് ആണ്. ലേറ്റ് നോർമോബ്ലാസ്റ്റ് ആണ് ഇങ്ക് സ്പോട്ട് ന്യൂക്ലിയസ് പറയുന്നത്. അതിന് ക്വാണ്ടിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഇൻക്രീസ് ചെയ്യും ആൻഡ് സൈറ്റോപ്ലാസം ബിക്കം ഓൾമോസ്റ്റ് അസിഡോഫിലിക്. ലേറ്റ് നോർമോബ്ലാസ്റ്റ് ആണ് അസിഡോഫിലിക് സ്റ്റേജിൽ വരുന്നത്. സോ ദി സെൽ ഈസ് നൗ കോൾഡ് ഓർത്തോക്രോമിക് എറിത്രോബ്ലാസ്റ്റ്. ഇറ്റ്സ് ഹലോ കണ്ടിന്യൂ ചെയ്തോളൂ മാഡം. മൈറ്റോട്ടിക് ആക്ടിവിറ്റി ഡിസപ്പിയർ ചെയ്യുന്നത് ലേറ്റ് നോർമോബ്ലാസ്റ്റിക് സ്റ്റേജിലാണ് മൈറ്റോട്ടിക് ആക്ടിവിറ്റി ഡിസപ്പിയർ ചെയ്യുന്നത്. ഇതിന്റെ ആൻസർ സി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓൺലി 1 and 2 ആണ് ട്രൂ ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. 1ഉം 2ഉം. ന്യൂക്ലിയോലിയ ഡിസപ്പിയർ ഇൻ ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ് സ്റ്റേജിലാണ് ന്യൂക്ലിയോലിയ ഡിസപ്പിയർ ചെയ്യുന്നത്. പിന്നെ സൈറ്റോപ്ലാസം ഓഫ് Cytoplasm of polychromatic normoblast contain mixture of basophilic RNA and acidophilic hemoglobin. മറ്റേത് രണ്ടും തെറ്റാണ്. മൈറ്റോട്ടിക് ആക്ടിവിറ്റി ഡിസപ്പിയർ ചെയ്യുന്നതിന് ലേറ്റ് നോർമോബ്ലാസ്റ്റിലാണ് ഡിസപ്പിയർ ചെയ്യുന്നത്. പോളിക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ്. ഓർത്തോക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ് ഹാസ് സ്കാൻഡി ഡീപ്ലി ബേസോഫിലിക് സൈറ്റോപ്ലാസ്റ്റ്. ബേസോഫിലിക് അല്ല, ഇതിലെന്താണത്? ഓർത്തോബ്ലാസ്റ്റ്. ഓർത്തോക്രോമിക് സൈറ്റോപ്ലാസ്റ്റ് എന്താണ്? അസിഡോഫിലിക് സൈറ്റോപ്ലാസ്റ്റ് ആണ് കാണുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ് അറിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് ആൻസർ അറിയാൻ പറ്റൂ. എന്ത് പഠിക്കുമ്പോഴും ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കാൻ നോക്കാം. പ്രോ എറിത്രോബ്ലാസ്റ്റ് സ്റ്റേജിലാണ് ഹീമോഗ്ലോബിൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഏർലി നോർമോപ്ലാസ്റ്റിലാണ് ന്യൂക്ലിയോല ഡിസപ്പിയർ ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ് സിന്തസൈസ് ചെയ്യാൻ തുടങ്ങുന്നത് ഹീമോഗ്ലോബിൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോ എറിത്രോബ്ലാസ്റ്റ് സ്റ്റേജിലാണ്. ഹീമോഗ്ലോബിൻ സ്റ്റാർട്ട്സ് അപ്പിയർ ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് നോർമോപ്ലാസ്റ്റിലാണ് കേട്ടോ. പ്രോ എറിത്രോബ്ലാസ്റ്റിൽ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് അപ്പിയർ ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് നോർമോപ്ലാസ്റ്റിലാണ് സ്റ്റാർട്ട് ടു അപ്പിയർ ചെയ്യും. ലേറ്റ് നോർമോപ്ലാസ്റ്റ് ന്യൂക്ലിയസ് ഡിസപ്പിയർ ചെയ്യും. ന്യൂക്ലിയോല ഡിസപ്പിയർ ചെയ്യുന്ന ഏർലി നോർമോപ്ലാസ്റ്റും ന്യൂക്ലിയസ് ഡിസപ്പിയർ ചെയ്യുന്നത് ലേറ്റ് നോർമോപ്ലാസ്റ്റ് സ്റ്റേജിലാണ്. റെട്ടിക്കുലോസൈറ്റ് എത്തുമ്പോൾ ബ്ലഡിലേക്ക് എൻ്റർ ചെയ്ത് റെട്ടിക്കുലം ഫോംഡ് സെൽ എൻഡേഴ്സ് കാപ്പിലറി ഫ്രം സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ. മെച്ചുവേർഡ് RBC ആകുമ്പോൾ റെട്ടിക്കുലം ഡിസപ്പിയർ ചെയ്തിട്ട് സെൽ അറ്റൈൻ സ്പൈക്ക് കോൺട്രിബ്യൂട്ടി അറ്റൈൻ ചെയ്യുന്നതാണ് മെച്ചുവേർഡ് RBC. Of the following statement is true about second heart sound. It is composed of higher frequency vibration of short. It is composed of higher frequency vibration, is of short duration and lower intensity than first heart sound. Portion of second heart sound caused by pulmonic valve closure is here best at second thoracic interspace just to the left of sternum. Then aortic valve sound is generally louder than pulmonic. The nature of second heart sound changes with respiration. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കണം. ഇതിൽ കൊടുത്തിരിക്കുന്ന ആക്ഷൻ ഡി ആയിട്ടാണ്. ഓൾ ഓഫ് ദി എബോ ആണ് പറയുന്നത് ട്രൂ. Short, sharp and high pitch resemble the word depth. The low pitched ആണ്. മറ്റേത് എന്താണ്? ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ലോങ്, ഷോർട്ട്, സോഫ്റ്റ് ആൻഡ് ലോ. ഇതെന്താ? സെക്കൻഡ് ഷോർട്ട്, ഷാർപ്പ് ആൻഡ് ഹൈ പിച്ച്ഡ് ആണ്. റിസംബിൾ ദാറ്റ് ഓഫ് ദി വേർഡ് ക്ലോ ഡെപ്ത്. പിന്നെ ഇതിന്റെ ഡ്യൂറേഷൻ 0.10 to 0.14 ആണ്. ഫ്രീക്വൻസി 50, ഹൈ ഫ്രീക്വൻസി സൗണ്ട് ആണ്. ഹയർ ഫ്രീക്വൻസി ആണ് പറയുന്നില്ല. ഹയർ ഫ്രീക്വൻസി വൈബ്രേഷൻ തന്നെ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് എന്ന് പറയുന്നുണ്ട്. അയോട്ടിക് വാൾവ് സൗണ്ട് ഈസ് ഇതുവരെ ലൗഡർ ദാൻ ദി പൾമോണിക് ആണ്. പിന്നെ സെക്കൻഡ് അത് റെസ്പിറേഷൻ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് വായിക്കണേ. And which among the following is the major form of transportation of carbon dioxide in the blood? Dissolved plasma, carbonyl compounds formed from plasma protein, carbonyl compounds formed from hemoglobin, bicarbonate. ഇതിൽ ഏതാണ് മേജർ ഫോം ട്രാൻസ്പോർട്ടേഷൻ ഫോം ഓഫ് കാർബൺ ഡയോക്സൈഡ്? ഇത് മെയിൻലി തന്നെ ബൈകാർബണേറ്റ് ആയിട്ട് 70% ഓഫ് ദി കാർബൺ ഡയോക്സൈഡ് ഫോം വിത്ത് ടിഷ്യൂ ട്രാൻസ്പോർട്ടഡ് ടു ലാൻഡ് ഇൻ ദി ഫോം ഓഫ് ബൈകാർബണേറ്റ് ആണ്. 70% ബൈകാർബണേറ്റ് അയണായിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അതിൽ കാർബോമിനോ കോമ്പൗണ്ട്സ് ഇൻ ദി ഫോം ഓഫ് അത് ഹീമോഗ്ലോബിനും പ്ലാസ്മ പ്രോട്ടീനും കമ്പൈൻ ചെയ്തിട്ടുള്ള കാർബോമിനോ കോമ്പൗണ്ട്സ് ആയിട്ട് 23% അങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഡിസോൾവ് ഇൻ പ്ലാസ്മയെ ഡയറക്റ്റ് ഡിസോൾവ് ചെയ്തിട്ട് ഓൺലി 7% ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഈ ബൈകാർബണേറ്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാന്ന് ചോദിച്ചാൽ കാർബോണിക് അൻഹൈഡ്രേസ് എൻസൈം ആണ് ബൈകാർബണേറ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഓൺലി പ്രസന്റ് ഇൻ ദി RBCനുള്ളിൽ മാത്രമേ ഹോർമോൺസ് പ്രസന്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ബൈകാർബണേറ്റ് കാർബൺ ഡയോക്സൈഡ് RBCയിലേക്ക് എൻ്റർ ചെയ്തിട്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് കാർബോണിക് അൻഹൈഡ്രേസ് ബൈകാർബണേറ്റ് ഫോം ചെയ്യും. അതിന്റെ അഗൈൻ ത്രൂ ഹാംബർഗർ ഫിനോമിനൻ ഓർ ക്ലോറൈഡ് ഷിഫ്റ്റ്. ക്ലോറൈഡ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ബൈകാർബണേറ്റ് അയൺ ഫോം ചെയ്യുന്നത് RBCന്ന് ഫോം ചെയ്യുന്ന ബൈകാർബണേറ്റ് അയൺ ബ്ലഡിലേക്ക് പോകും. ഔട്ട്സൈഡ് ദി RBC പാസ് ചെയ്യും. അപ്പോൾ എന്തായാലും പുറത്തുനിന്ന് ഒരു ക്ലോറൈഡ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസൈഡ് RBCയിലേക്ക് വരും. ആ ഫിനോമിനാണ് ക്ലോറൈഡ് ഷിഫ്റ്റ് ഓർ ഹാംബർഗർ ഫിനോമിനൻ എന്ന് പറയുന്നത്. ഇനി ഗ്യാസ് ട്രാൻസ്പോർട്ട് ആയിട്ട് വരുന്ന രണ്ട് ഫിനോമിനൻ ആണ് ബോർ എഫക്റ്റും ഹാൾഡേൻ എഫക്റ്റും. അതും ഇടയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. അതിൽ ഈ ബോർ എഫക്റ്റ് എന്ന് പറയുമ്പം അത് മെയിൻലി അത് രണ്ട് കാര്യങ്ങൾ ഓർത്തേക്കാം. ബോർ എഫക്റ്റ് മെയിൻലി എവിടെയാണ് നടക്കുന്നത്? ബോർ എഫക്റ്റ് ഒക്കർ ചെയ്യുന്നത് ടിഷ്യൂലാണെന്നും ഹാൾഡേൻ എഫക്റ്റ് ഒക്കർ ചെയ്യുന്നത് ലങ്സിലാണെന്നും. ബോർ എഫക്റ്റ് ടിഷ്യൂലും ഹാൾഡേൻ എഫക്റ്റ് ലങ്സിലാണെന്നുള്ള ഓർത്തേക്കാം. ബോർ എഫക്റ്റ് ടിഷ്യൂലാവുമ്പോൾ എന്താ വേണ്ടത്? ഹീമോഗ്ലോബിന്റെ മുകളിൽ നിന്ന് ഓക്സിജൻ റിലീസ് ചെയ്യാണ് വേണ്ടത്. അപ്പം ടിഷ്യൂല് അപ്പൊ ബോർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിന് ഓക്സിജൻ അൺലോഡ് ചെയ്യുന്ന ഫിനോമിനൻ ആണ്.
എന്തുകൊണ്ടാണ് അൺലോഡ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂവിൽ എന്താ കൂടുതൽ? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ടിഷ്യൂവിന് ഹീമോഗ്ലോബിന് ഓക്സിജനോടുള്ള അഫിനിറ്റി കുറഞ്ഞിട്ട് അതിനെ അൺലോഡ് ചെയ്യുന്നതാണ് ബോർ എഫക്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ലങ്സിൽ ഒക്കർ ചെയ്യുന്നതാണ് ഈ ഹാൾഡെയിൻ എഫക്ട് എന്ന് പറയുന്നത്. ഹാൾഡെയിൻ എഫക്ട് എന്ന് പറയുമ്പോൾ ലങ്സിൽ പോയാൽ എന്തുണ്ട്? കൂടുതൽ ഓക്സിജൻസ് ഉണ്ട്. ഈ ഓക്സിജൻ വന്ന് ഹീമോഗ്ലോബിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. അപ്പൊ ഈ ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഹീമോഗ്ലോബിന് കാർബൺ ഡൈ ഓക്സൈഡിനോടുള്ള അഫിനിറ്റി കുറയും. എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ ലങ്ങിൽ അൺലോഡ് ചെയ്യും. ആ പ്രോസസ്സാണ് ഹാൾഡെയിൻ എഫക്ട്. അപ്പൊ ഈ ഭാഗത്ത് വേറെ ഒന്നുമില്ല. അതിനകത്ത് ഈ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്നൊരു സംഭവം, അതൊന്ന് വായിക്കുന്നത്. അതിന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഏതാണ്, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഏതാണെന്നൊക്കെ നമ്മളെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ which wave in JVP is due to bulging of the tricuspid valve into the right atria during isovolumetric ventricular contraction? A wave ആണോ, C wave ആണോ, V wave ആണോ, X wave ആണോ? ഇതാണ് JVP. JVPയില് എ വേവ് പറയുമ്പോൾ ഈ എ വേവ് എന്താണ്? എ വേവ് ഇതാണ് എ വേവ്. എ വേവ് പറയുന്നത് ഏട്രിയൽ സിസ്റ്റോൾ എന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് എ വേവ്. പിന്നെ പറയുന്നത് പിന്നുള്ള അതിലുള്ള പോസിറ്റീവ് വേവ് ആണ് സി വേവ്. എ, സി, വി ഇത് മൂന്ന് എന്താണ്? പോസിറ്റീവ് വേവ്സ് ആണ്. എക്സ്, X1, Y എന്ന് പറയുന്നത് നെഗറ്റീവ് വേവ്സ് ആണ്. ഈ എ വേവ് പറയുമ്പോൾ ഏട്രിയൽ സിസ്റ്റോളിന്റെ സമയത്തുള്ളതാണ്. പിന്നെ പിന്നുള്ള പോസിറ്റീവ് വേവ് സി വേവ്. സി വേവ് ശരിക്കും ഇങ്ങനെ വന്നിരിക്കുന്ന ഫോട്ടോ അല്ലേ. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു ഇത് വരാൻ കാരണം ഐസോമെട്രിക് കൺട്രാക്ഷന്റെ സമയത്ത് ഏട്രിയോ വെൻട്രിക്കുലർ വാൾവ് ഏട്രിയത്തിലേക്ക് ബൾജ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രഷർ വേരിയേഷൻ വരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ ഒരു സി വേവ് എന്ന് പറയുന്നത്. അപ്പൊ ആ ബൾജ് കാരണം ഉണ്ടാവുന്നതാണ് സി വേവ്. സി വേവ് ഐസോമെട്രിക് കൺട്രാക്ഷൻ പീരീഡിലാണ് എന്ന് ഓർത്തിരിക്കണം. ഏട്രിയോ വെൻട്രിക്കുലർ വേവി വാൾവ് ബൾജ് ഇൻടു ദി ഏട്രിയം. പിന്നെ പറയുന്നത് വി വേവ് ആണ് അടുത്തൊരു പോസിറ്റീവ് വേവ്. ഐസോമെട്രിക് റിലാക്സേഷൻ ആണ്. ഐസോമെട്രിക് റിലാക്സേഷൻ ആണ്. ഐസോമെട്രിക് കൺട്രാക്ഷൻ വരുമ്പോൾ ശരിക്കും ഇത് എന്താ പറയാ, താഴോട്ട് പോവാൻ നെഗറ്റീവ് ആവുക വേണ്ടത്. പക്ഷെ നെഗറ്റീവ് ആവാതിരിക്കാൻ കാരണം ആ സമയത്ത് ഏട്രിയോ വെൻട്രിക്കുലർ വാൾവ് ഏട്രിയത്തിലേക്ക് ബൾജ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രഷർ വേരിയേഷൻ കാരണം അത് പോസിറ്റീവ് വേവ് ആയിട്ട് ഇവിടെ സി വേവ് ഉണ്ടാകുന്നത്. ഇത് ഐസോമെട്രിക് റിലാക്സേഷൻ ആണ്. ഇത് പറയുന്നത് എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഡിജക്ഷൻ പീരീഡ്. എക്സ് എന്ന് പറയുന്നത് ഏട്രിയൽ ഡയസ്റ്റോൾ, എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഡിജക്ഷൻ പീരീഡ്, വൈ പറയുന്നത് റാപ്പിഡ് ആൻഡ് സ്ലോ ഫില്ലിംഗ് പീരീഡ്സ്. ഇതാണ് ഈ JVPയിലുള്ള വേവ്സ്. ഇപ്പൊ ഇതിന്റെ ആൻസർ ഡി ആണ്, സി വേവ്. Clasp knife phenomenon, where a spastic limb suddenly gives way during passive stretch. എനിക്ക് തോന്നുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. 2024 എങ്ങനെ വന്ന ക്വസ്റ്റ്യൻ ആണ്. The clasp knife phenomenon, where a spastic limb suddenly give away during passive stretch, is primarily mediated by which receptor? അതിന്റെ ആൻസർ പറയുന്നത് ഗോൾഗി ടെൻഡൻ ഓർഗൻ ആണ്. ഇത് ഇങ്ങനെ തന്നെ ഫിസിയോളജി ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ഈ ഒരു തന്നെ ക്ലാസ്പ് നൈഫ് ഫിനോമിനൻ. ക്ലാസ്പ് നൈഫ് ഫിനോമിനൻ വേറൊരു പേരും കൂടെ ഉണ്ട്, ഫിലിപ്സ് ഫിനോമിനൻ. ഒരു പീല് തുടങ്ങുന്ന ഒരു പേരും കൂടെ ഉണ്ടായിരുന്നു. സോറി, മറന്നുപോയി. Where a spastic limb suddenly gives way during passive stretch, it's primarily passive stretch primarily mediated by Golgi tendon organs ആണ്. അതിൽ ഇനീഷ്യൽ റെസിസ്റ്റൻസ് വരാനുള്ള കാരണം ക്ലാസ്പ് നൈഫ് ഫിജിറ്റിംഗ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, തുറക്കുമ്പോൾ ഇനീഷ്യൽ റെസിസ്റ്റൻസ് വരാനുള്ള കാരണം മസിൽ സ്പിൻഡിന്റെ റിയാക്ഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് അങ്ങ് പോകാനുള്ള കാരണം ഗോൾഗി ടെൻഡൻ ഓർഗൻ ആണ്. അതിന്റെ ആ ക്ലാസ്പ് നൈഫ് ഫിനോമിനയില് വേറെ സ്പാസ്റ്റിക് ലിംബ് സഡൻലി ഗീവ് ആ പെട്ടെന്ന് റിലാക്സ് ചെയ്ത് കിട്ടാനുള്ള റീസൺ ഗോൾഗി ടെൻഡൻ ഓർഗൻ ആണ്. ഇനീഷ്യൽ റെസിസ്റ്റൻസിനുള്ള കാരണം മസിൽ സ്പിൻഡിൽസ് ആണ്. Which of the following factors contribute to the establishment and maintenance of a negative resting membrane potential in a neuron? The high permeability of membrane to potassium ions via leakage channels. Negative ആണ്.
the acidity of activity of the sodium potassium ATPase, which moves 3K plus ions out for every 2 sodium ions. The presence of large negatively charged intracellular protein, high concentration of potassium inside the cell relative to the outside. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, ന്യൂറോണൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ നെഗറ്റീവായി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ചോദിച്ചത്. Which of the following factors contribute to the establishment and maintenance of a negative resting membrane potential in a neuron? High permeability of membrane to potassium ions via leakage channels, activity of sodium potassium ATPase, which moves 3 potassium ions out for every 2 sodium ions, in the presence of large negatively charged intracellular proteins, high concentration of potassium inside the cell relative to the outside. അതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് എ ഓപ്ഷൻ പറയുന്നത് 1, 2 and 3, സി പറയുന്നത് 1, 2 and 4, ബി പറയുന്നത് 1, 2 and 4, സി 1, 3 and 4, ഡി പറയുന്നത് ഓൾ ഓഫ് ദി എബോവ്. സി ആയിരിക്കും ആൻസർ വരിക. 1, 3 and 4 ആണ് വരിക കേട്ടോ. ഹൈ പെർമിലബിലിറ്റി ഓഫ് മെംബ്രെയിൻ ടു K plus ion via leakage channels, presence of large negatively charged intracellular proteins, and a high concentration of potassium inside the cell relative to the outside. Mention the B complex vitamin, the active form of which is required for many biochemical reactions of amino acids. Thiamine ആണോ, റൈബോഫ്ലാവിൻ ആണോ, പിരിഡോക്സിൻ ആണോ, ബയോട്ടിൻ ആണോ? അതിന്റെ ആൻസർ പിരിഡോക്സിൻ ആണ്. B complex vitamin, the active form of which is required for many biochemical reactions of amino acids. Pyridoxine. Then motor speech area ഏതാണ്? Vernix area, angular gyan, arcuate fasciculus and Broca's area. ഇതിൽ ഏതാണ് മോട്ടോർ സ്പീച്ച് ഏരിയ? ബ്രോക്കാസ് ഏരിയ ആണ്. ബ്രോക്കാസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ 44 ആൻഡ് 45 ആണ്. ലെഫ്റ്റ് ഫ്രോണ്ടൽ ലോബിലാണ്. നോൺ ഫ്ലുവന്റ് സ്പീച്ച്. വെർണിക്സ് ഏരിയ പറയുമ്പോൾ അപ്പർ പാർട്ട് ഓഫ് ദി ടെമ്പോറൽ ലോബിലാണ് വരുന്നത്. സ്പീച്ച് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് സ്പീച്ച് വിത്തൗട്ട് എനി മീനിങ്. ദെൻ നോമിനൽ അഫേസിയ or anomalic aphasia or amnesic aphasia പറയുന്ന inability to name the familiar object or posterior temporal and inferior parietal area. വെർണിക്സ് ഏരിയയിൽ ലീഷൻസ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഉണ്ടാവുക. നോമിനൽ അഫേസിയ or anomic aphasia or amnesic aphasia. Following can be measured by simple spirometry. സത്യത്തിൽ അങ്ങനെ തന്നെ പഠിക്കുന്നതാണ്. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ആണോ, എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആണോ, റെസിസ്റ്റൽ വോളിയം ആണോ, ടൈറ്റൽ വോളിയം ആണോ? സ്പൈറോമെട്രി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത റെസിസ്റ്റൽ വോളിയം ആണ്. വോളിയം മെയിൻലി ടൈറ്റൽ വോളിയം. ടൈറ്റൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ റെസ്പിറേഷനിൽ ഒന്നുകിൽ ഇൻസ്പയർ ചെയ്യുക, നോർമൽ ആയിട്ട് നമ്മൾ ക്വയറ്റ് ബ്രീത്തിങ്ങിൽ ഇൻസ്പയർ ചെയ്യോ ചെയ്യുന്ന വോളിയം ഓഫ് എയർ ആണ് ടൈറ്റൽ വോളിയം എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 500 ml വരും. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലായിട്ട് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡീപ്പ് ബ്രെത്ത് എടുക്കുകയാണെങ്കിൽ ടൈഡൽ വോളിയത്തിനേക്കാളും എക്സ്ട്രാ എമൗണ്ട് ആയിട്ട് എടുക്കുന്ന വോളിയം ഓഫ് എയർ ആണ് എന്ത്? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ടൈഡൽ വോളിയം നോർമൽ ആയിട്ട് എടുക്കുന്നതും ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഫോഴ്സ്ഫുള്ളി മാക്സിമം ഇൻസ്പയർ ചെയ്യുമ്പോൾ ടൈഡൽ വോളിയത്തിനേക്കാളും എക്സ്ട്രാ എത്ര വോളിയം എയർ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നോർമലായിട്ട് ഇൻസ്പയർ ചെയ്തിട്ട് നമ്മൾ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ചെയ്യുമ്പോൾ
ടൈഡൽ വോളിയത്തിലേക്കും കൂടുതൽ എത്രത്തോളം വോളിയം ഓഫ് എയർ നമ്മൾ എക്സ്പയർ ചെയ്തു എന്നുള്ളതാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഈ റെസിഡ്യൂവൽ വോളിയം എന്ന് പറഞ്ഞാല് നമ്മുടെ നോർമൽ ബെത്തില് നോർമലി എക്സ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ലങ്ങില് എത്ര വോളിയം ഓഫ് എയർ റിമെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് റെസിഡ്യൂവൽ വോളിയം. ഇതിലൊക്കെ വാല്യൂസും പഠിച്ചിരിക്കുന്നു. ഇതാണ് ലങ് കപ്പാസിറ്റീസ്. അതിലാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റീസ്. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, ടൈഡൽ വോളിയം നമ്മുടെ റിലേഷൻ. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് എക്സ്പയർ ചെയ്തിട്ട് ഫോഴ്സ്ഫുള്ളി നമുക്ക് എത്രത്തോളം ഇൻസ്പയർ ചെയ്യാൻ, എത്രത്തോളം എയർ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും, ആ എമൗണ്ട് ആണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ആ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയിൽ എന്തൊക്കെ അപ്പം വരും? ടൈഡൽ വോളിയം വരും, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം വരും. ഈ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി മാക്സിമം എമൗണ്ട് ഓഫ് എയർ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർഡ് ആണ് പറയുന്നത് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുമ്പോൾ ഈ മാക്സിമം ഫോഴ്സ് ഇൻസ്പയർ ചെയ്യുമ്പോൾ ടൈഡൽ വോളിയത്തിനേക്കാളും എത്ര എമൗണ്ട് ഓഫ് എയർ നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഇൻസ്പയർ ചെയ്തിട്ട് ഫോഴ്സ്ഫുള്ളി എത്ര എമൗണ്ട് ഓഫ് എയർ നമുക്ക് 3 minutes എത്ര ഫോഴ്സ്ഫുള്ളി നമുക്ക് എത്ര എമൗണ്ട് ഓഫ് എയർ എക്സ്പയർ ചെയ്യും, ആ എക്സ്പയർ ചെയ്യുന്ന എമൗണ്ട് ഓഫ് എയർ ആണ് വൈറ്റൽ കപ്പാസിറ്റി. പക്ഷെ മാക്സിമം ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്തിട്ട് ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം എമൗണ്ട് ഓഫ് എയർ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ വൈറ്റൽ കപ്പാസിറ്റി. ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിഡ്യൂ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്തതിന് ശേഷം എത്രത്തോളം എമൗണ്ട് ഓഫ് എയർ ലങ്ങിന് ബാക്കിയാവുന്നത്. ടോട്ടൽ ലങ് കപ്പാസിറ്റി, ഈ കപ്പാസിറ്റികളെല്ലാം കൂടി കൂട്ടിക്കുന്നതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. Nitrogenous phase present in cephalin. Serine, choline, ethanolamine, and sphingosine. Mainly ethanolamine ആണ്. Glycerophospholipid ആണ് ഇത് പറയുന്നത്. ഈ cephalin എന്ന് പറഞ്ഞാൽ cephalin is a glycerophospholipid ആണ്. Major lipid occurring biological membrane. That is phosphatidic acid simplest. Then lecithin ഉണ്ട്. Phosphatic storage form of bodies choline ആണ് lecithin എന്ന് പറയുന്നത്. ലെസിത്തിന്റെ ഡൈഫാമിറ്റോൾ ലെസിത്തിൻ ആണ്. ലങ്സിലെ സർഫാക്ടന്റ് ഫോം എന്താ? ഡൈഫാമിറ്റോൾ ലെസിത്തിൻ ആണ്. ഇതിൽ എഥനോലമീൻ ആണ് സെഫാലിനിൽ കാണുന്ന നൈട്രോജനസ് ഫേസ്. Cardiolytic molecules of phosphatidic acid held away an additional glycerol to a phosphate group. Cardiolepin decreased level കാണുന്നത് ബാർക്ക് സിൻഡ്രോമിലാണ് ഈ കാർഡിയോലിപ്പിൻ ഡിക്രീസ് ലെവൽ കാണുന്നത്. എസെൻഷ്യൽ ഓർ മൈറ്റോകോൺഡ്രിയൽ ഫങ്ഷൻസ് ആണ്. എസെൻഷ്യൽ ഫോർ മൈറ്റോകോൺഡ്രിയൽ ഫങ്ഷൻ കാർഡിയോലിപ്പിൻ. Plasmalogen fatty acid attached by an either linkage. നേരത്തെ കാര്യം പറഞ്ഞ ടൈമില്ലേ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഇതാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ എക്സ് ആക്സിസ്. അതിലാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഓക്സിജൻ ആണ് അതിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതില് ഹീമോഗ്ലോബിന്റെ സാച്ചുറേഷൻ ആണ്. ഇതാണ് ഒരു ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. സിഗ്മോയിഡ് ഷേപ്പ് ആണ് അതിൽ വരുന്നത്. അതിന് മെയിൻലി ക്വസ്റ്റ്യൻ ചോദിക്കുക റൈറ്റ് സൈഡിലേക്കുള്ള ഷിഫ്റ്റും ഇത് തന്നെയാണല്ലേ. അപ്പൊ ഇത് മെയിൻലി ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാല് ഹീമോഗ്ലോബിനും ഓക്സിജനും തമ്മിലുള്ള അഫിനിറ്റി കാണിക്കാൻ പറ്റുള്ള ഒരു കർവ് ആണ്. അപ്പൊ ഇതിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഈ ബ്ലൂ ഡോട്ടിൽ ഇതാണ് റൈറ്റ് സൈഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അത് നോക്കിയാൽ അറിയാം ഈ ബ്ലാക്ക് ലൈൻ തിക് ബ്ലാക്ക് ലൈൻ ആണ് നോർമൽ കർവ് എന്ന് പറയുമ്പോൾ. അതിലിപ്പം ഈ ഒരു സ്റ്റേജിൽ 50% പറഞ്ഞില്ലേ സാച്ചുറേഷൻ ആണ്. 20%, 40%, 60%. അപ്പൊ 50% സാച്ചുറേഷൻ ആവാൻ നോർമലി എത്രയാണ്? 23% ഇതായിരിക്കും
23 mm of HG ഉള്ള സമയത്ത് 50% ഓഫ് ദി ഹീമോഗ്ലോബിൻ എന്താണ് സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ അത് ഇങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ബ്ലൂ ലൈൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതന്നെ നോക്ക്, ഈ 50% സാച്ചുറേഷൻ ആവണമെങ്കിൽ ഓൾമോസ്റ്റ് എത്ര വേണം, ഒരു 30 ഒക്കെ അടുത്തൊക്കെ വേണം. കാരണം ഹീമോഗ്ലോബിന് ഓക്സിജനോടുള്ള ടെൻഡൻസി കുറയുമ്പോഴാണ് എന്താണ് ഈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഹീമോഗ്ലോബിൻ ഓക്സിജനോടുള്ള ടെൻഡൻസി കുറയാൻ വേണ്ടി അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് അത് ടിഷ്യൂവിന് ഓക്സിജൻസ് കൂടുതൽ വേണ്ട സമയത്താണ് അത് ഹീമോഗ്ലോബിന് അഫിനിറ്റി കുറഞ്ഞാൽ അതിനെ അൺലോഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പൊ ആ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അഫിനിറ്റി കുറയ്ക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, കാർബൺ ഡയോക്സൈഡിനെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, ഹീമോഗ്ലോബിന് ഓക്സിജനോടുള്ള ഇഷ്ടം കുറയും. അപ്പം കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുന്ന സമയം നമ്മൾ പഠിച്ചത് കാർബൺ ഡയോക്സൈഡ് ബ്ലഡിൽ നിൽക്കുന്ന സമയത്ത് അത് എന്താ കാർബോണിക് ആസിഡ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ അത് ആസിഡ് പോകുമ്പോൾ അസിഡിറ്റി pH എന്താക്കുക, pH കുറയ്ക്കുക, അതായത് H+ കോൺസെൻട്രേഷൻ കൂടും. അപ്പൊ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒന്ന് കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടാൻ ചെയ്യും. അപ്പൊ അതിനോടനുബന്ധിച്ച് സ്വാഭാവികമായിട്ട് pH ഡിക്രീസ് ചെയ്യും. പിന്നെ ടെമ്പറേച്ചർ കൂടുക, എക്സസൈസ് കണ്ടീഷൻ, BPG. വേറൊരു കാര്യം ഓർത്ത് വെച്ചാൽ മതി, റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആലോചിക്കുക. എക്സസൈസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ബോഡിക്ക് കൂടുതലായിട്ട് ഓക്സിജൻ വേണം, കാർബൺ ഡയോക്സൈഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് കാർബൺ ഡയോക്സൈഡിന് ഹീമോഗ്ലോബിന് ഓക്സിജനോടുള്ള ടെൻഡൻസി കുറയാൻ നോക്കുന്നത്. അപ്പൊ എക്സസൈസിങ് മസിലിനെ കുറിച്ച് ആലോചിക്കുക. അതാണ് റൈറ്റിലേക്ക് ഈ ഓക്സിജൻ റിസോഴ്സ് കർവിനെ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ എക്സസൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുക, സ്വാഭാവികമായിട്ട് ആ മസിലിലെ ടെമ്പറേച്ചർ കൂടും, ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ. പിന്നെ എന്തായിരിക്കും അവിടെ അപ്പൊ എയറോബിക് ലൈപ്പോളിസിസ് ഒക്കെ നടക്കും. അപ്പൊ എയറോബിക് അതിന്റെ ഭാഗമായിട്ടാണ് ഈ 2,3-BPG എന്നുള്ള ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പൊ ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ 2,3-BPG, ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ കൊടുക്കുക, ഇൻക്രീസ്ഡ് 3,3-BPG കൊടുക്കുക. പിന്നെ എക്സസൈസ് ചെയ്യല്ലേ, കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടും, pH കുറയും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഈ സമയത്താണ് മോർ എഫക്റ്റ് ഒക്കെ വരുന്നത്. ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഹാൾഡെയ്ൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏറെക്കുറെ ഇത്രയൊക്കെയാണ് ഫിസിയോളജി ബയോകെമിസ്ട്രിയിൽ ഇന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാനുള്ള പോയിന്റ്സ്. വേണമെങ്കിൽ കുറച്ച് എന്തൊക്കെ ഏതൊക്കെ പോർഷനിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ എവിടെയൊക്കെ പോകുന്നു പറഞ്ഞുതരാം. സെല്ലിനെ നോക്കുമ്പോൾ സെൽ ഫങ്ഷൻസ് ഓഫ് സെൽ ഓർഗൻ, സെൽ ഡെത്ത്, അപ്പോപ്റ്റോസിസ്, അവിടുന്ന് കുറെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോപ്റ്റോസിസ് പഠിക്കണം, സെൽ അഡാപ്റ്റേഷൻസ്, ഹൈപ്പർട്രോഫി, ഹൈപ്പർപ്ലേഷ്യ ഒക്കെ എന്താ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഹൈപ്പർട്രോഫി, ഹൈപ്പർപ്ലേഷ്യ, ഡിസ്പ്ലേഷ്യ, പിന്നെ ട്രാൻസ്പോർട്ട്, പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഏതൊക്കെയാണ്, കാർഡിയാക് ഫെയിലർ, ഇതൊക്കെ സോഡിയം പൊട്ടാസ്യം പമ്പ് മയോകാർഡിയം, ഹൈപ്പർ ടെൻഷനിൽ ഇൻക്രീസ് നമ്പർ ഓഫ് സോഡിയം പൊട്ടാസ്യം പമ്പ്, അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. കാർഡിയക് ഫെയിലർ വരുമ്പോൾ സോഡിയം പൊട്ടാസ്യം പമ്പ് മയോകാർഡിയത്തിൽ ഡിക്രീസ് ചെയ്തിരിക്കും. ഹൈപ്പർ ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് സോഡിയം പൊട്ടാസ്യം പമ്പ് ഇൻ റീനൽ ട്യൂബ്, ഇൻക്രീസ്ഡ് ട്യൂബർ റീഅബ്സോർപ്ഷൻ സോഡിയം ആൻഡ് ഹൈപ്പർ ടെൻഷൻ. ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇതൊക്കെ എനിക്ക് കുറെ മുമ്പ് ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലഡ് ആവുമ്പോൾ പ്ലാസ്മ പ്രോട്ടീൻസിനെ കുറിച്ച് നന്നായി പഠിക്കുക. pH, ബ്ലഡിന്റെ pH എത്രയാണ്, ബ്ലഡ് സെൽസിന്റെ നോർമൽ വാല്യൂസ്, RBC, സൈറ്റോസ്കെലിറ്റൻ, ആക്ടിൻ ആൻഡ് സ്പെക്ട്രിക്, രണ്ടും പ്രോട്ടീൻസ് ആണ്. അതിനുള്ള ആങ്കറിനാണ് ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ ബൈ ആങ്കറിൻ, ആങ്കോളിറ്ററി ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ ബൈ ആങ്കറിൻ, ഹെറിഡിറ്ററി സ്ഫിയറോസൈറ്റോസിസിലെ ആബ്സെൻസ് ഓഫ് സ്പെക്ട്രിൻ ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു. സൈറ്റ് ഓഫ് എറിത്രോപോയസിസ് എവിടെയാണ്, ഓരോ സ്റ്റേജ് ഓഫ് ലൈഫിലും എവിടേക്കാണ് എറിത്രോപോയസിസ് ഒക്കർ ചെയ്യുന്നത്. ഞാൻ അതിനെ നേരത്തെ പറഞ്ഞ സ്റ്റേജസ് ഓഫ് എറിത്രോപോയസിസ് പഠിക്കണം. ഹീമോഗ്ലോബിന്റെ ഓരോ വാല്യൂ ഇത് അനുസരിച്ചുള്ള നോർമൽ വാല്യൂസ്, PSRന്റെ ഫിസിയോളജിക്കൽ ആൻഡ് പത്തോളജിക്കൽ വേരിയേഷൻസ്, അനീമിയ, പ്രോട്ടീൻ ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് പ്രോട്ടീൻ ഫാക്ടേഴ്സ്, പ്ലേറ്റ്ലെറ്റ് ഗ്രാന്യൂൾസിലുള്ള ഓരോ ഗ്രാന്യൂൾസിലും അതേപോലത്തെ ഓരോ സെൽ ഗ്രാന്യൂൾസിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കി വെക്കണം. ഈ മറ്റേ സെമ്പുലിംഗത്തിലൊക്കെ കുറെ ടേബിൾസ് ഒക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ നോക്കണേ. പ്രോട്ടീൻ ഫാക്ടേഴ്സ്, ഫൈബ്രിനോജൻ, പ്രോട്ടോൺ, thromboplastin, calcium. രണ്ടിന് പാത്വേ ഏതൊക്കെയാണ്,
ഓരോന്നിനും റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ന്യൂറോൺ -90, സ്കെൽറ്റൽ മസിൽ ഫൈബർ ന്യൂറോൺ -70, സ്കെൽറ്റൽ മസിൽ -90, കാർഡിയാക്ക് -85 to 95, സ്മൂത്ത് മസിൽസ് -15 ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഡൈജസ്റ്റീവ് ഓർഗൻസിലെ ഓരോ ഓർഗന്റെ വെയിറ്റ് ഏതാണ്, അതിന്റെ സെക്രീഷൻ എന്താണ്, അതിന്റെ pH സെക്രീറ്റിംഗ്സ് ഏതാ, ഓരോ സെക്രീഷൻ ഇസ് നെയിം ഓഫ് ദി സെൽ സെക്രീറ്റ്സ്, അതിൽ pH, അതിന്റെ വോളിയംസ്, എൻസൈം പ്രസന്റ്, ന്യൂറോബാക്സ് ഒക്കെ ഇമ്പോർട്ടന്റ്. ഓരോ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ ഏതാ ഓർഗനിൽ ഏതൊക്കെയാണ്, അതിന്റെ വെയിറ്റ് എത്രയാണ്, അതിന്റെ സെക്രീഷൻസ്, അതിന്റെ കോമ്പണൻസ്, pH ഇതൊക്കെ പഠിക്കണം. സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നെഫ്രോണിന്റെ സ്ട്രക്ചർ, GFR, യൂറിൻ ഫോർമേഷൻ, മെയിൻലി ബഫറിംഗ് സിസ്റ്റം ഒക്കെ അതിലാണ് വരുന്നത്. ഈ അസിഡോസിസ്, റെസ്പിറേറ്ററി അസിഡോസിസ് ആൻഡ് മെറ്റബോളിക് അസിഡോസിസ്. സ്കിന്ന് വരുമ്പോൾ ലെയേഴ്സ് ഓഫ് എപ്പിഡെർമിസും അതിന്റെ ഗ്ലാൻഡ്സ് ഒക്കെ പഠിക്കുക. പിന്നെ ടെമ്പറേച്ചർ റെഗുലേഷൻ ഒക്കെ സ്കിന്നിലുള്ളത്, ഹൈപ്പോതലാമസ്, അതിന്റെ ഹീറ്റ് ലോസിംഗ് സെന്റർ, ഹീറ്റ് ഗെയിൻ സെന്റർ, എങ്ങനെ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. എൻഡോക്രൈനോളജിയിൽ അറിയാലോ, ഹോർമോൺസ്, റെഗുലേറ്ററി ഫാക്ടേഴ്സ്, റിസോർട്ട്, അതിന്റെ കെമിസ്ട്രി എന്താണെങ്കിലും ചോദിക്കും. ഹൈപ്പോസെക്രീഷൻ, ഹൈപ്പർസെക്രീഷൻ, റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് nature, properties and composition of semen, structure of the sperm, semen analysis, gametogenesis, menstrual cycle, the stages and hormones regulating different phases of menstrual cycle. CVS like ECG, pulse, pressure, cardiac cycle, duration and durations of the pressure changes during cardiac cycle, heart sound, cardiac output determining distribution of blood pumped out of left ventricle, heart rate reflex, Mady's reflex, and vein bridge reflexes. JVP, arterial pulse, abnormal pulses ഉണ്ടല്ലോ, അത് നോക്കണം. Respiratory system നോക്കണം. ഇതിന്റെ റെസ്പിറേറ്ററിന്റെ റെഗുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അത് മെയിൻലി മെഡുല ആൻഡ് പോൺസിലാണുള്ളത്. മെഡുലറി സെൻട്രസ്, റോഡ്സഫ്രൂട്ട് ഗാംഗ്ലിയോൺസും വെൻട്രൽ ഗാംഗ്ലിയോൺസ് ആണ്. പോൺസിലുള്ളത് ന്യൂമോടാക്സ് സെന്റർ, അപ്ന്യൂസിസ് സെന്റർ ഉണ്ട്. അതിൽ ഡോർസലാണ് മെയിൻലി ഇൻസ്പിറേഷൻ നടത്തുന്നത്. അപ്ന്യൂസിക് സെന്റർ ആണ് അതിന്റെയൊക്കെ റെഗുലേഷൻ വരുന്നത്. അത് ഏതൊക്കെയാണ്, ഏതോതിന്റെ സെന്റേഴ്സിന്റെ ഒക്കെ ഫങ്ഷൻസ് എന്താണെന്നൊക്കെ നോക്കണം. ന്യൂറോൺ ബോഡീസിന്റെ പ്രത്യേകതകളും അതിന്റെ സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. പ്രാക്ടിക്കൽ സ്പെഷ്യൽ സെൻസസ്, ബയോകെമിസ്ട്രി, ബയോമോളിക്യൂൾ സെൻസർ, വൈറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, എല്ലാ പോർഷൻസും നോക്കണം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, മെറ്റബോളിസത്തിൽ ഇതാ എല്ലാ സൈക്കിൾസും, ഗ്ലൈക്കോളിസിസ്, ക്രബ് സൈക്കിൾ, ഗ്ലൂക്കോനിയോജെനിസിസ്, ഗ്ലൈക്കോജൻ മെറ്റബോളിസം. അതിൽ തന്നെ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസസ് പ്രത്യേകിച്ച് നോക്കണം. ഏതൊക്കെ എൻസൈംസ് ഏതൊക്കെ സ്ഥിതിയിലാണ് വരുന്നത് എന്നുള്ളത്. HMB ഷണ്ട് പാത്വേ, യൂണോണിക് ആസിഡ് പാത്വേ, മെറ്റബോളിസം ഓഫ് ക്യാരക്ടേഴ്സ്, ഫാക്ടേഴ്സ്, അമിനോ ഷുഗേഴ്സ്, glyoxylate cycle ഒക്കെ ഇതിലുള്ളതാണ്. ലിപ്പിഡ്സിൽ ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ, കീറ്റോൺ ബോഡീസ്, ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്സ്, മെറ്റബോളിസം ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ്, മെറ്റബോളിസം ഓഫ് ഗ്ലൈക്കോലിപ്പിഡ്സ്, മെറ്റബോളിസം ഓഫ് കൊളസ്ട്രോൾ, ലിപ്പോപ്രോട്ടീൻ. ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് PSC എക്സാം. ഓക്കെ, ഡോക്ടറെ. കഴിഞ്ഞു മാഡം. കഴിഞ്ഞു. ഓക്കെ.